വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ സായിരിൻ നബിയ്യിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുർ ഇസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീല. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ് ലാ ഇലാഹ ഇല്ലാ ഹുവ വത്തഖിദ്ഹു വകീല. ദർനി വൽ മുകദ്ദിബീന ഉലിൻ നിഅമ വമഖിൽഹും ഖലീല. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം വസദഖ ബല്ലഗ റസൂലുഹു നബിൽ കരീം. ഇൻ ഉരീദു ലിൽ ഇസ്ലാഹ് മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ജമാഅത്ത് ഇസ്ലാമിക്ക് പറയാനുള്ളത് എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനം ചില കാര്യങ്ങൾ കേരളത്തിലെ പൊതുസമൂഹവുമായിട്ട് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആനുകാലികമായ സാഹചര്യങ്ങളെക്കുറിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറി ബഹുമാന്യനായ അബ്ദുൽ ഹക്കീം നദവി അവറുകൾ വിശദമായി നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുകയുണ്ടായി. കേരളീയ പശ്ചാത്തലത്തിൽ ജമാഅത്ത് ഇസ്ലാമി ചർച്ച ചെയ്യപ്പെടുന്നതിൽ ഏറെ സന്തോഷവും നിർവൃതിയുമൊക്കെ ഉള്ള പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി. കാരണം ഒരു ഇരുണ്ട ഒളിഞ്ഞ അണ്ടർഗ്രൗണ്ട് അജണ്ടകളുള്ള ഒരു പ്രസ്ഥാനമായിരുന്നെങ്കിൽ ആളുകൾ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ ഭയവും നിരാശയും നിസ്സഹായതയും നിന്ദതയുമൊക്കെ പിടികൂടുന്ന മാനസികവും സംഘടനാപരവുമായ ദൗർബല്യങ്ങൾ ഉണ്ടാകുമായിരുന്നു. അത്തരമൊരു പ്രശ്നങ്ങളും യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് മാത്രമല്ല, തികഞ്ഞ സന്തോഷമാണ് യഥാർത്ഥത്തിൽ തോന്നുന്നത്. കാരണം ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് അവതരിപ്പിക്കുമ്പോൾ ഇവരേറ്റവും പ്രാധാന്യത്തോടുകൂടി പറയുന്നത് സംഘപരിവാരത്തിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രത്തിനെതിരെ ഇസ്ലാമിക രാഷ്ട്രത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ജമാഅത്ത് ഇസ്ലാമി എന്നുള്ളതാണ്. ഒരർത്ഥത്തിൽ നമ്മൾ പറയും അതും വളരെ മനോഹരമായ അവതരണമാണ്. കാരണം സംഘപരിവാരം വളരെ അപകടകരമായ ലോകത്തിലെ തന്നെ മനുഷ്യത്വ വിരുദ്ധ അവിഹിത അനാശാസ്യ അധാർമിക അക്രമ പ്രസ്ഥാനങ്ങളിൽ ഒരു സംഘം എന്നുള്ള നിലക്ക് ലോകത്ത് അങ്ങനെ ഒരു സംഘമുണ്ടെങ്കിൽ ഒന്ന് ഇസ്രായേലും അതുപോലെ തന്നെ സംഘപരിവാരവും മാത്രം. ബാക്കി ഭരണകൂടങ്ങളും വ്യക്തികളും സംഘടനകളും ഒക്കെ ഉണ്ടാവും, അതൊക്കെ എപ്പോഴും മാറ്റത്തിന് വിധേയമാക്കപ്പെടും. പക്ഷേ ഇസ്രായേൽ മാറില്ല. ദുരിബത്തു അലൈഹിമു ദുല്ലത്തു വൽ മസ്കന വബാഉ ബിഗളബിൻ മിനല്ലാഹ്. ചരിത്രത്തിൽ അല്ലാഹു ശാപകോപങ്ങൾക്ക് വിധേയമാക്കിയിട്ടുള്ള ഗൈറിൽ മഗ്ളൂബി അലൈഹിം, അള്ളാഹുവിൻ്റെ ശാപം ഇറങ്ങിയിട്ടുള്ള സംഘമാണ്. അതിൻ്റെ കാരണമൊന്നും വിശദീകരിക്കേണ്ട അവസരമല്ല ഇത്. യഖ്തുലൂനൽ അംബിയാ ബിഗൈരിൽ ഹഖ്, അന്യായമായി പ്രവാചകന്മാരെ കൊന്നുതള്ളിയ സംഘമാണവർ. പിന്നെ കുട്ടികളെ കൊല്ലിടയിലും മക്കളെ കൊല്ലിടയിലൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. യേശുവിനെ കുരിശിലേറ്റം തീരുമാനിച്ച യഹ്യാ നബിയെ എറിഞ്ഞു കൊന്ന സക്കരിയ നബിയെ ക്രൂശിൽ തറച്ച് തല വെട്ടിക്കൊന്നിട്ടുള്ള സ്വന്തം പ്രവാചകന്മാർ. ഇതൊന്നും വേറെ ജാതിക്കാരും മതക്കാരും വർഗ്ഗങ്ങളൊന്നുമല്ല. പിന്നെ ഇപ്പോൾ അവർ ഗസക്കാരോടും ഫലസ്തീനികളോടും ലോകത്തെ മനുഷ്യരോടും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരകൃത്യങ്ങൾ. ഞാൻ പറഞ്ഞത് ഗൈറിൽ മഗ്ളൂബി അലൈഹിം, ആ ഒരു സംഘം ലോകത്തിലെ ഏറ്റവും അനാശാസ്യവും അക്രമോത്സുകവും അണ്ടർഗ്രൗണ്ട് പ്രൊജക്റ്റുകളുമുള്ള നിഗൂഢ പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ സിയോണിസം എന്ന് പറയുന്നത്, ഇസ്രായേൽ എന്ന് പറയുന്നത്. അതിനോട് കിടപിടിക്കുന്ന, അതിൻ്റെ ഒപ്പമുള്ള, അതിൻ്റെത് തന്നെയായ അതായിട്ടുള്ള പ്രസ്ഥാനം ലോകത്ത് മറ്റൊന്നുണ്ടെങ്കിൽ അതാണ് ഇന്ത്യയിലെ സംഘപരിവാർ. ഒരു സംശയം നമ്മൾ വെക്കേണ്ട കാര്യമില്ല. ആ സംഘപരിവാർ പ്രവാചകന്മാരുടെ പ്രസ്ഥാനമല്ല, വേദഗ്രന്ഥങ്ങളുടെ പ്രസ്ഥാനമല്ല, ദൈവിക പ്രസ്ഥാനമല്ല, മനുഷ്യത്വ പ്രസ്ഥാനമല്ല, വംശീയ വർഗീയ സാമുദായിക ജാതീയ ആധിപീകരമായ മനുഷ്യത്വ വിരുദ്ധ നിലപാടുകളെ പ്രതിനിധീകരിക്കുന്ന സംഘമാണവർ. അവരുടെ ഭരണത്തിന് എതിരെ പറയുന്ന ഏതെങ്കിലും ഒരു ബദലുണ്ടെങ്കിൽ അത് ഇസ്ലാമിക സമൂഹമാണ് എന്ന് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംഘപരിവാരത്തിൻ്റെ ഗാന്ധിയും ഗോഡസയും ഉണ്ടല്ലോ, നമുക്കൊക്കെ അറിയാവുന്നത് പോലെ. രാമനുണ്ട്, രാവണനുണ്ട്, കംസനുണ്ട്, കൃഷ്ണനുണ്ട്, മുഹമ്മദ് നബിയുണ്ട്, അബൂജഹലുണ്ട്, അബൂലഹബുണ്ട്, അതുപോലെ തന്നെ നമ്രൂദുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുണ്ട്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുണ്ട്, ഫറോവയുണ്ട്. അപ്പുറം ഇപ്പുറം നിൽക്കുന്ന രണ്ടാളുകൾ
ആളുകളുണ്ട്. സംഘപരിവാരത്തിനെതിരെ ഇസ്ലാം ഉണ്ടെങ്കിൽ ആ ഇസ്ലാമിനെ വളരെ കരുത്തോടുകൂടി പ്രതിനിധീകരിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനമുണ്ടെങ്കിൽ CPM-ന്റെ സുഹൃത്തുക്കളോട് നമുക്ക് പറയാനുള്ളത്, ആ അവതരണം പോലും ഞങ്ങൾക്ക് ക്രെഡിബിലിറ്റിയാണ്, ഞങ്ങൾക്ക് ആത്മവിശ്വാസമാണ്, ഞങ്ങൾക്ക് കരുത്താണ്, ഞങ്ങൾക്ക് അഭിമാനമാണ്. നിങ്ങളെങ്ങാനും പറയുന്നു ഞങ്ങൾ, പിന്നെ എല്ലാവരും കൂടി നമ്മളെ അഭിനന്ദിക്കാൻ തുടങ്ങിയാലാണ് പേടിക്കേണ്ടത്. കംസനും രാവണനും ഫറോവയും ഗോഡ്സെയും അമേരിക്കയും സിയോണിസവും സംഘപരിവാരമൊക്കെ വന്നിട്ട്, അതിൽ കമ്മ്യൂണിസ്റ്റ് CPM ഒക്കെ വന്നിട്ട് ജമാഅത്തെ ഇസ്ലാമി നല്ല പ്രസ്ഥാനമാണ്, നല്ല അച്ചടക്കമുള്ള പ്രസ്ഥാനമാണ്, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമാണ്, എല്ലാറ്റിനെയും സ്വീകരിക്കുന്ന പ്രസ്ഥാനമാണ് എന്നൊക്കെ ആരെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞാൽ അത് ഈ പ്രസ്ഥാനം ക്ഷയിക്കുന്നതിന്റെ, പകരുന്നതിന്റെ, ആന്തരികമായി ധാർമ്മികമായി അത് പൊളിയുന്നതിന്റെ ലക്ഷണമാണ്. അൽഹംദുലില്ലാഹ്, ഈ നിമിഷം വരെ, അതിന്റെ 1-ാം തീയതി മുതൽ ഈ നിമിഷം വരെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രസ്ഥാനമുണ്ടോ എന്നുള്ളത് സത്യസന്ധമായി നിങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ജമാഅത്തെ ഇസ്ലാമി, നമ്മൾ ധാരാളം സംഘടനകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, മതസംഘടനകളുണ്ട്, മതേതര പ്രസ്ഥാനങ്ങളുണ്ട്. കടല് കാണുന്നത് പോലെ, സിനിമ കാണുന്നത് പോലെ, കാഴ്ച ബംഗ്ലാവ് കാണുന്നത് പോലെ അതിന്റെ ഉപരിതല സ്പർശിയായ ഒരു സ്വഭാവത്തിൽ അതിനെ കാണുകയും, വലിയ വിശാലമായ കടൽ, വലിയ തിരമാലകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കടലിന്റെ മഹിമ പറയുന്നത് പോലെ ഉഗ്രനായിരുന്നു മമ്മൂട്ടിയുടെ പറഞ്ഞ സിനിമ ഡൊമിനിക്ക്. എന്താ കഥ എനിക്കറിയില്ല, ഏതാണെങ്കിലും ഡൊമിനിക്ക് അങ്ങനെയാണ്, മോഹൻലാലിന്റെ ബാലിബൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ വിലയിരുത്തല്. എല്ലാം ഉപരിവിപ്ലവാത്മകമാണ്. സംഘടനകളും പ്രസ്ഥാനങ്ങളും സമൂഹങ്ങളും ദർശനങ്ങളും ആശയങ്ങളും ഒക്കെ അങ്ങനെ സാധാരണ ലെവലിൽ പൊതുജനങ്ങൾക്ക് ആഴത്തിലിറങ്ങി അതിന്റെ ചുഴികളും ആഴങ്ങളും അതിന്റെ നിഗൂഢതകളും അതിന്റെ അകത്തളങ്ങളിലെ എല്ലാ സംഗതികളെയും അറിയാൻ അവസരം കൊടുക്കുന്നതിന് പകരം പുറമെ നിന്ന് വളരെ സാധാരണ രീതിയിൽ നോക്കിക്കണ്ടുകൊണ്ട് CPM വിശുദ്ധമാണ്, BJP വിശുദ്ധമാണ്, അതുപോലെ തന്നെ കാസ വിശുദ്ധമാണ്, എല്ലാവരും പുണ്യാളന്മാരാണ്, മണവാളന്മാരാണ്, ആർക്കും കുഴപ്പമുള്ളതൊക്കെ ഇതരന്മാർക്ക് മാത്രമാണ് എന്ന് ഓരോ സംഘടനകളും മറ്റൊന്നിനെ കുറിച്ച് അവനവന്റെ സംഘടനാ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം, സാമുദായിക താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം, സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം, അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം, മറ്റുള്ളതിനെ മുഴുവൻ ആഗോളാടിസ്ഥാനത്തിൽ മുതൽ പ്രാദേശിക തലത്തിലടക്കം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച, അവതരണത്തിന്റെ രീതിശാസ്ത്രങ്ങളും നിലപാടുകളും ഒക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഒന്നിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ആർജവത്തോടുകൂടി ഏതെന്തെങ്കിലും നിന്ന് പോസ്റ്റ്മോർട്ടം നമ്മൾ ചെയ്യാൻ നിന്നാൽ നാറുന്ന, ദുർഗന്ധം വമിക്കുന്ന, ചീഞ്ഞെടുക്കുന്ന, പുഴുവരിച്ചിട്ടുള്ള അനവധി മനുഷ്യത്വ വിരുദ്ധമായ ബാക്ടീരിയകളെയും വൈറസുകളെയും ഒക്കെ പേറുന്ന വലിയ വലിയ സംഘങ്ങളും സമൂഹങ്ങളുമൊക്കെയാണ്, വിശുദ്ധന്മാരാണ്, പുണ്യാളന്മാരാണ്, അതുപോലെ തന്നെ അമ്പിയാക്കളും ഔലിയാക്കന്മാരും ഒക്കെയാണ് എന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് വല്ലാതെയൊന്നും പോസ്റ്റ്മോർട്ടത്തിന് സമാധിയിൽ നിന്ന് എടുക്കാതിരിക്കലാണ് നമുക്കെല്ലാവർക്കും നല്ലത്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾക്ക് എടുക്കാം, അതിന്റെ ഏതെങ്കിലും ഒരു പാർട്ട്, അത് അതിന്റെ ചരിത്രത്തിലെ പാർട്ടാണെങ്കിലും ശരി, വർത്തമാനകാലത്തിലെ അതിന്റെ ഒരു അവയവമാണെങ്കിലും ശരി, ഇനി നാളെ അത് പ്രതിനിധീകരിക്കുന്ന അതിന്റെ ഭാവിയുടെ എന്തെങ്കിലും ഒരു നിലപാടുകളാണെങ്കിലും ശരി, ജമാഅത്തെ ഇസ്ലാമി അഭിമാനത്തോടു കൂടി പറയും, നിങ്ങളുടെ മൂക്ക് മണപ്പിക്കുന്ന, നിങ്ങളുടെ ചെവിടടപ്പിക്കുന്ന, നിങ്ങളുടെ വായെ പൊത്തിപ്പിടിപ്പിക്കുന്ന, നിങ്ങളുടെ മസ്തിഷ്കത്തെയും മനസ്സിനെയും മരവിപ്പിക്കുന്ന, നാണിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്നില്ലാത്ത ഏതെങ്കിലും ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്തുണ്ടെങ്കിൽ അതാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം. വരൂ, നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യൂ. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന മുതൽ അതിന്റെ പ്രയോഗങ്ങൾ വരെ, അതിന്റെ ആശയ ആദർശ ലക്ഷ്യങ്ങൾ മുതൽ ഈ ചാവക്കാടും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലും മലബാറിലും കേരളത്തിലും ഇന്ത്യയിലും ഇസ്ലാമിക പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ ഞാൻ ധൈര്യപൂർവ്വം അവകാശവാദം ഉന്നയിക്കും. ഒരു ചീയലും ഒരു നാറലും ഒരു ദുർഗന്ധവുമില്ലാതെ ആരുടെ മുമ്പിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുതൽ BJP അടക്കമുള്ള ഏത് സംവിധാനങ്ങളെയും നിങ്ങളെടുത്ത് അതിന്റെ കഴിഞ്ഞ ഭൂതകാലത്തെയും അതിന്റെ വർത്തമാനകാലത്തെയും ഭാവിയിലേക്ക് അവർ പ്രൊമോട്ട് ചെയ്യുന്ന നിലപാടുകളെയും ഒക്കെ നിങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ, കടല് കാണുന്ന പോലെ മമ്മൂട്ടിന്റെ സിനിമ കാണുന്ന പോലെ ഒന്നുമല്ലോ ഞാൻ പറയുന്നത്, റിയൽ മാഡ്രിഡിന്റെ കളി കാണുന്നത് പോലുള്ള അല്ലെങ്കിൽ കേവല സ്വഭാവത്തിൽ അതിനെ വിശകലനം ചെയ്യുന്നതിനെ കുറിച്ചല്ല, ആർജവത്തോടെയും അന്തസ്സോടെയും ധൈര്യസമേതം ആശയങ്ങളെയും ദർശനങ്ങളെയും പ്രയോഗങ്ങളെയും പ്രബോധനങ്ങളെയും പ്രചരണങ്ങളെയും നിങ്ങൾ വിശകലനം ചെയ്യാൻ സന്നദ്ധമാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി നട്ടെല്ല് നിവർത്തി എഴുന്നേറ്റ് നിൽക്കും. ഇന്നും അങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പറയുമ്പോൾ
ഒരു പേടിയില്ല, ഒരു നിരാശയില്ല, ഒരു സങ്കടമില്ല, ഒരു നിസ്സഹായതയില്ല. ഇതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളെക്കുറിച്ചാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലൊന്ന് ക്ഷയിച്ച് ദുർബലമായി അതിന്റെ ആന്തരികമായ കരുത്തും ഭൗതികമായ പ്രയോഗങ്ങളുമൊക്കെ നഷ്ടപ്പെട്ട് അധികാരത്തിന്റെ തണലിലും അതിനോടനുബന്ധിച്ച സംവിധാനങ്ങളുടെ തുന്നുപിടിക്കലും നിന്നുകൊണ്ട് അപകടകരമായ വർത്തമാനങ്ങൾ പറയാൻ തുടങ്ങുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രശ്നമുള്ളത് കൊണ്ടല്ല, നിങ്ങൾക്ക് പ്രശ്നമുള്ളത് കൊണ്ടാണ്. ഞങ്ങൾ വളരെ വിനീതമായിട്ട് പറയും. സാധാരണ നമ്മൾ പറയലുണ്ട്, ഈ ചെറിയ എന്താണ് പറയാ, കള്ളു കുടിച്ചത് തെറ്റാന്ന് നമ്മൾ പറഞ്ഞാൽ അവന് മനസ്സിലാവില്ല. MDMA ഉപയോഗിക്കരുത്, മയക്കുമരുന്ന് ഉപയോഗിക്കരുത്, കഞ്ചാവ് ഉപയോഗിക്കരുത് എന്നൊന്നും പറഞ്ഞാൽ അവന് മനസ്സിലാവില്ല. അതിന്റെ ശീലങ്ങളിൽ പിന്നെ സ്വന്തം വ്യക്തിപരമായ ഇച്ഛാശക്തിയും നല്ല വലിയ കരുത്തുള്ള ആർജവമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിനെതിരെ വളരെ അപൂർവ്വം തിരിഞ്ഞു സഞ്ചരിക്കുകയുള്ളൂ. അത്രയും ആദർശപരവും പ്രയോഗപരവും ദൈവികവും മരണാനന്തര ജീവിതപരവും മനുഷ്യത്വപരവുമായ ആശയങ്ങൾ ഒരു വ്യക്തിയിലേക്ക് കടന്നു കയറി ചെന്നാൽ ചിലപ്പോൾ അവൻ അകപ്പെട്ടിട്ടുള്ള അധാർമികതകളിൽ നിന്നും അക്രമോത്സകമായ പ്രവണതകളിൽ നിന്നും ചിലപ്പോൾ മാറി ചിന്തിക്കും. പക്ഷെ നല്ലൊരു ശതമാനം ആളുകളും കഞ്ചാവ് അടിക്കുന്നവനും MDMA അടിക്കുന്നവനും മദ്യപാനിക്കുമെന്നും നമ്മൾ പറയുന്നത് നിന്റെ കരള് പോകും, നിന്റെ ആമാശയം പോകും, നിന്റെ വൻകുടലും ചെറുകുടലും ഒക്കെ ഓട്ട വീടും, നിന്റെ എല്ലാം തകർന്ന് തരിപ്പണമാവും, കുടുംബം ചിതറും, ആരോഗ്യം പോവും, സമ്പത്ത് നഷ്ടപ്പെടും. പക്ഷെ കള്ളുകുടിയുന്നത് മനസ്സിലാവില്ല. അവസാനത്തെ ചില്ലുത്തുട്ടും ആ മുടിച്ച് സ്വയം തുലഞ്ഞ് കുടിച്ചു തുലയുന്നത് പോലെ കടം വാങ്ങുന്ന ആളുകളുണ്ടാവും ചിലവര്. നമുക്കൊക്കെ കാണാം, വ്യക്തികളും പ്രസ്ഥാനങ്ങളും രാജ്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ വ്യക്തികളെ കൊണ്ട് കടം വാങ്ങി കൂട്ടുന്നവർ നമ്മുടെ കേരളം തന്നെ നല്ല കടം വാങ്ങി കൂട്ടിയുണ്ട്. കാരണം അവർ വീട്ടുണ്ടല്ലോ. CPM വീട്ടണ്ട, BJP വീട്ടണ്ട, കോൺഗ്രസ് വീട്ടണ്ട, നമ്മളാണ് വീട്ടേണ്ടത്. കാരണം കോടാനുകോടിയുടെ കടങ്ങൾ വാങ്ങി ആ ഉദ്യോഗസ്ഥന്മാർക്കും പാർട്ടിക്കും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കുമൊക്കെ ഈ പൊതുജനങ്ങളുടെ ഫണ്ടിന് അവിശുദ്ധവും അനാശ്വാസവും അക്രമോത്സവവുമായി കൈവശം നേടിയെടുത്തുകൊണ്ടിരിക്കുന്നവർ. ബ്രുവറിയ അവിടുന്ന് കള്ളുഷാപ്പ് മലയാളിയെ നന്നാക്കാൻ. കാരണം നമുക്ക് കുടിക്കാൻ വെള്ളമെങ്കിലും ശരി, കുടിക്കാൻ കള്ളുവാണല്ലോ. CPMന്റെ ഒരു സ്നേഹം നോക്കണം നിങ്ങൾ മലയാളിയോട്, പാലക്കാട് ജില്ലയോട്. ആ യോഗി ആദിത്യനാഥിനോട് അറ്റാച്ച്മെന്റ് ചെയ്ത കൊള്ളക്കച്ചവടക്കാരാണ് CPM ബ്രോക്കർമാരായിട്ട് വർക്ക് ചെയ്യുന്ന ഈ കച്ചവടം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, അപ്പൊ കടലിലെടുത്തുനിന്ന് വാങ്ങും, ഭരണകൂടങ്ങൾ വാങ്ങും, വ്യക്തികളും വാങ്ങും. അങ്ങനെ നമ്മളൊക്കെ കൂടി പറയാണ്, കടം വാങ്ങി നീ മുടിയും, നീ തകരും. ഇത് അവനെ ബോധ്യപ്പെടില്ല. അവൻ അവസാന നിമിഷവും വാങ്ങി തുലയുന്നത് പോലെ വ്യഭിചാരി കാമചിന്തകളിലും ലൈംഗിക ചിന്തകളിലും അനാശാസ്യ പ്രവർത്തനങ്ങളിലും അവിഹിത വീഴ്ചകളിലുമൊക്കെ താളം കണ്ടെത്തുന്നത് പോലെ, അതിനെ മറുകര ചിന്തിക്കാൻ സാധിക്കാത്തതുപോലെ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം അതിജീവനത്തിന്റെ കുറുക്കുവഴികളിൽ അപകടകരമായ പ്രതിസന്ധിയിലാണ് പെട്ടിരിക്കുന്നത് എന്ന് നേരത്തെ സംസ്ഥാന സെക്രട്ടറി വളരെ ഗൗരവത്തോടു കൂടി നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു ഈ നിമിഷം വരെ CPM എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നതെന്നും അത് കേരളത്തിനുണ്ടാക്കാവുന്ന കേരളത്തിന്റെ പരിക്കല്ല, നിങ്ങൾക്കുണ്ടാക്കാവുന്ന പരിക്ക്. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്, CPM ദൈവിക പ്രസ്ഥാനമല്ല. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കണം. ദൈവനിഷേധ പ്രസ്ഥാനമാണ്, പ്രവാചകത്വ വിരുദ്ധ പ്രസ്ഥാനമാണ്, വേദഗ്രന്ഥ വിരുദ്ധ പ്രസ്ഥാനങ്ങളാണ്. മരണാനന്തര ജീവിതത്തിന് പുല്ല് വില പോലും കൽപ്പിക്കാത്ത ദർശനമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് മതവിശ്വാസികളായ ഹിന്ദുവിനോടും മുസ്ലിമിനോടും ക്രിസ്ത്യാനിയോടും എല്ലാവരോടും നമുക്ക് പറയാനുള്ളത്, കമ്മ്യൂണിസത്തിന് ആരോടും അടിസ്ഥാനപരമായ ബാധ്യതകളില്ല. ഒന്നാമത്തെ ബാധ്യത വേണ്ടത് ദൈവത്തിനോടാണ്, ഈശ്വരനോടാണ്, അള്ളാഹുവിനോടാണ്, കർത്താവിനോടാണ്. എന്തോന്ന് അള്ളാഹു, എന്ത് കർത്താവ്, എന്ത് ഈശ്വരൻ, എന്ത് ഭഗവാൻ. ഒരു നല്ല മുഖലിസായ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലേ, നല്ല മുഖലിസായ ഇഹ്സാനിയത്തുള്ള നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ അടിസ്ഥാനപരമായി ഓന് ദൈവവിശ്വാസമാണെങ്കിൽ അത് നിഫാക്ക, ഒറിജിനൽ കമ്മ്യൂണിസ്റ്റ് അല്ല. നിലവിൽ നമ്മുടെ BJP ഒക്കെ കളിക്കുന്ന ഒരു കളി ഉണ്ടല്ലോ, ലാഭത്തിന് വേണ്ടിയിട്ട് സുരേഷ് ഗോപിനൊക്കെ ഇറക്കിയിട്ട് നല്ല വിശുദ്ധന്മാരായി ചമഞ്ഞ് ശ്രീധരൻപിള്ളയ്ക്ക് നടത്തുന്ന അഭിപ്രായ പ്രകടനം. ശ്രീധരൻപിള്ളയ്ക്ക് കൂടി സർട്ടിഫിക്കറ്റ് കൊടുത്തു. എന്തൊരു ബഹുമാന്യനായാണ്. എല്ലാ കൊലക്കേസുകളിലും RSSന് വേണ്ടി കോടതിയിൽ ഹാജരാകുന്ന അങ്ങേക്ക് അദ്ദേഹത്തിന് നമ്മുടെ സംഘടനകൾ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. സെക്യുലറാണ്, അതൊരു തന്ത്രമാണ്. കേരളത്തെ പോലത്തെ സൗഹാർദ്ദവും സമാധാനവും അതുപോലെ തന്നെ സാമൂഹിക അന്തരീക്ഷത്തിന്റെ സൗന്ദര്യവും ഒക്കെ നിലനിൽക്കുന്നിടത്ത് സംഘപരിവാരത്തിന് പയറ്റണമെങ്കിൽ, അതിന് വിതരണമെങ്കിൽ, അതിന് വിളവെടുപ്പ് നടത്തണമെങ്കിൽ വളരെ മാരകമായ അപകടകരമായ തന്ത്രങ്ങളെ പ്രയോഗിക്കണം. അതിന്റെ ഭാഗമായി കൊണ്ട് അവരെന്ത് ചെയ്യും? പല കളിയും കളിക്കും. എന്നതുപോലെ CPM-കാരനും ആ കളികൾ, നിങ്ങൾ അമ്പലത്തിൽ പോകണം, പള്ളിയിൽ പോകണം, ചർച്ചിൽ പോകണം. യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് അള്ളാഹു, ദൈവം, ഈശ്വരൻ, ആ കർത്താവ്, ഗോഡ്, അതുപോലെ തന്നെ മുഹമ്മദ്, യേശു, മോശ, അബ്രഹാം, ബുദ്ധൻ, ജൈനൻ, ഇതിനൊന്നും ഒരു പ്രസക്തിയില്ല. ഖുർആൻ, ബൈബിള്, ഗീത, സന്തവസ്ഥ, ധർമ്മപദം, ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല.
അതൊക്കെ വെറും 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഇരുട്ടിലെ ഗോത്രവംശീയതകളാണ്. കുലത്തിന്റെ വേദഗ്രന്ഥം. ചിലപ്പോ വലിയ വിപ്ലവകാരികളൊക്കെ ആയേക്കാം അവര്. അതൊക്കെ അന്ന് സംഭവിച്ചിട്ടുള്ള ചില്ലറ കാര്യങ്ങളാ. ഈ 21ാം നൂറ്റാണ്ടിൽ പോസ്റ്റ് മോഡേൺ കാലത്ത് എന്ത് ദൈവത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? ഏത് വേദഗ്രന്ഥത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? ഏത് പ്രവാചകന്മാരെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? ഏത് സ്വർഗനരകങ്ങളെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. മതസംഘടനകളെ പിന്നിലണിനിരത്തെ CPM ധൈര്യം പോലുമില്ല നമുക്ക് തോന്നും. അതുകൊണ്ട് ആ മുസ്ലിം സംഘടനകളുടെ പത്രങ്ങളിൽ മാത്രം പരസ്യം കൊടുക്കേണ്ടി വന്നത്. ജന്മഭൂമിയിൽ കൊടുക്കാത്ത ഒരു പരസ്യം, മാതൃഭൂമിക്ക് കൊടുക്കാത്ത പരസ്യം, മനോരമക്ക് കൊടുക്കാത്ത പരസ്യം, സ്വയം പോലും ദേശാഭിമാനി എടുക്കാത്ത പരസ്യം, അതിന് നട്ടല്ലില്ലാത്ത പ്രസ്ഥാനം ആർക്കു വേണ്ടിയും തുള്ളിക്കളിക്കുമെന്ന് അറിഞ്ഞോ അറിയാതെയോ സ്വന്തം വിശുദ്ധിയോ സാധു ദുഷ്ടന്റെ ഫലം ചെയ്യുമോ എന്ന് തീരുമാനിച്ച പ്രസ്ഥാനങ്ങളുടെ പത്രങ്ങളുടെ തലക്കെട്ടുകളിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കളിക്കുന്ന കളി വളരെ ദയനീയമാണ്, വളരെ ദയനീയമാണ്, വളരെ ദുർബലമാണ്. ജമാഅത്തെ ഇസ്ലാമിയെയും ഇസ്ലാമിനെയും കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സമസ്തയെ പിടിക്കേണ്ടതല്ല, മുജാഹിദിനെ പിടിക്കേണ്ടതല്ല, വേറെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ പിടിക്കേണ്ടതല്ല. വാ, നമുക്ക് നേരിട്ട് സംസാരിക്കാം. ജമാഅത്തെ ഇസ്ലാമി എന്നിട്ട് കുഞ്ഞിക്കണ്ണം പറയാണ്, അവരെ പറയാണ്, എന്താ പറയുന്നത്? യഥാർത്ഥ ഇസ്ലാം സമസ്തയുടെ ഇസ്ലാമാണ്. ഓക്കെ, നാളെ സമസ്ത പറയുന്നു യഥാർത്ഥ CPM അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM അല്ല. നിങ്ങളത് അംഗീകരിക്കാൻ സന്നദ്ധമാകുമോ? ഇന്നിപ്പോ പെണ്ണിന്റെ പ്രവേശനമായിട്ട് ബന്ധപ്പെട്ട ചർച്ച എടുക്കുന്നുണ്ട്, അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. CPM-ഉം ഈ സംഘടനകളും യോജിച്ച വളരെ രസകരമായ ഒരു തുരുത്ത്, അപകടകരമായ ഒരു കെണിയുണ്ടതിൽ. എന്താണ് CPM-ന്റെ പേടി? എന്താ? എല്ലാവരും കൂടിക്കഴിഞ്ഞാൽ അവരുടെ കള്ളത്തരങ്ങൾ, കാപട്യങ്ങൾ, കുതന്ത്രങ്ങൾ മനുഷ്യന് തിരിച്ചറിയും. മറ്റുള്ളവർക്കും പേടി അതാണ്. കണ്ടുപോയാൽ ഒന്ന് കൈ കൊടുത്ത്, ഒന്ന് സലാം പറഞ്ഞ്, ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ്, പരസ്പരം ഒന്ന് ആലിംഗനം ചെയ്ത്, ചിലപ്പോൾ ഗുണദോഷ വിചാരങ്ങളും ചില്ലറ വർത്തമാനങ്ങളും ഒക്കെ പറഞ്ഞാൽ സംഘടന പൊളിയും, പ്രസ്ഥാനം പൊളിയും, കേഡർ വ്യവസ്ഥകൾ പൊളിയും, സംഘടനകൾ പൊളിഞ്ഞു പോകും. അതുകൊണ്ട് സ്ത്രീ വരാൻ പാടില്ല. രണ്ടു കൂട്ടർക്കും പേടി ആളുകൾ ഒരുമിച്ച് നിൽക്കുന്നതിൽ. അതല്ലേ മോഹനൻ മാഷ് പറഞ്ഞത്? അതുതന്നെയല്ലേ മതസംഘടനകളും ഇപ്പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ അതിന്റെ എല്ലാ വശങ്ങളും കടന്നു പോകാനല്ല ഞാനിത് സൂചിപ്പിച്ചത്. മതസംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള CPM-ന്റെ കളി, അതും അവസാനം മൃദുഹിന്ദത്തിന്റെ മാരകമായ പരീക്ഷണങ്ങളിൽ സംഘപരിവാരത്തോട് നിങ്ങൾ തോൽക്കുന്നത് പോലെ മതസംഘടനകൾ തന്നെ നിങ്ങളുടെ കാലുവാരി. ചിലപ്പം എത്ര കാലങ്ങൾക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റും. ഇപ്പൊ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടുത്തെ മുസ്ലിം സംഘടനകൾക്കും മുസ്ലിം വേർതിരിഞ്ഞുണ്ടായിട്ടുള്ള, ഇടപിരിഞ്ഞുണ്ടായിട്ടുള്ള, എന്തിനൊക്കെയോ വേണ്ടി പലതായി പിരിഞ്ഞിട്ടുള്ള മുസ്ലിം സംഘടനകളെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി അതിന്റെ അകത്തലങ്ങളിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾക്കത് തരാം, അപ്പുറത്ത് അത് തരാം, നിങ്ങളെ ഞങ്ങൾ അങ്ങനെയാക്കാം. അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ പീഡനങ്ങളും പേടിപ്പിക്കലുകളും ഒക്കെ നടത്തി എല്ലാവരെയും വരുതിയിലാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബംഗാൾ പ്രസ്ഥാനത്തിന് ഇനി അത് സാധ്യമല്ല. എന്നിട്ടും പാവം മുർഷിദാബാദിലെ ജമാഅത്തെ ഇസ്ലാമി കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. നിങ്ങൾ ചോദിച്ചത് കൊണ്ടല്ല, നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ടുമല്ല. ലോകത്തെ ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തെ ഏറ്റവും ആഴത്തോടുകൂടി വിശകലനം ചെയ്യുന്ന CPM-ന് വോട്ട് ചെയ്യുന്നതിൽ അത്ഭുതമൊന്നുമില്ലല്ലോ. അവനവന് ലാഭം കിട്ടുന്നിടത്ത് വോട്ട് ചെയ്യുന്ന വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഉണ്ടെങ്കിൽ അതും ഒരു അത്ഭുതമല്ല. അവനവന്റെ ജാതീയ, അവനവന്റെ സംഘടന, അവനവന്റെ മതപരമായ, അവനവന്റെ രാഷ്ട്രീയപരമായ കേവല ലാഭങ്ങൾക്ക് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് അത് 100 ആണെങ്കിലും ശരി, 200 ആണെങ്കിലും ശരി, 2000 ആണെങ്കിലും ശരി, ഇന്ത്യയിലെ പൊതുസമൂഹം, മുസ്ലിം ജനവിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, ആദിവാസികൾ, ദലിതുകൾ, പിന്നോക്ക പ്രസ്ഥാനങ്ങൾ, ചെറുകിട തൊഴിലാളികൾ, കർഷകന്മാർ, ഫാസിസം, ക്യാപിറ്റലിസം, സിയോഡിസം, ഇതൊക്കെ വിതക്കുന്ന അതിമാരകമായ ദുരന്തങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്തുകൊണ്ട് വോട്ടിന്റെ രാഷ്ട്രീയത്തെ ഇത്രയും ശക്തമായി ഇന്ത്യയിൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അതാണ് ജമാഅത്തെ ഇസ്ലാമി. ആ പ്രസ്ഥാനത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് മുസ്ലിം സംഘടനകളുടെ ഇതിനെ മുന്നിലേക്ക് തള്ളിയിടുക. മുസ്ലിം സംഘടനകളോട് എനിക്ക് അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമി 1-ാം തീയതി വന്ന മുതൽ ഈ നിമിഷം വരെ ആരും അതിനെ പച്ചപ്പരവധാനം തൊട്ട് സ്വീകരിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ ഇരിക്കിൻ, നിങ്ങൾ കുടിക്കിൻ, നിങ്ങൾ കിടക്കിൻ, നിങ്ങൾ വിശ്രമിക്കിൻ, നിങ്ങൾക്ക് അത് തരാം, നിങ്ങൾക്ക് ഇത് തരാം. അതിൻ്റെ ആരെങ്കിലും അത് തരാൻ തുടങ്ങിയാലാണ് പേടി. രാമനെ രാവണൻ സൽക്കരിച്ചാൽ ഗോഡ്സെ മഹാത്മാഗാന്ധിയെ പുണ്യാളനാണെന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ പേടിക്കണം. അബൂജഹലും അബൂലഹബും അബൂ സുഫിയാനും വലീദ് ഇബ്നു മുഗീറയും മുഹമ്മദ് നബിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ഈശോ മിശിഹ പുണ്യാളനാണ് എന്ന് ബെഞ്ചമിൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും പറഞ്ഞാൽ അതാണ് നമ്മൾ പേടിക്കേണ്ടത്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി
നിങ്ങൾ എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നവും ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടാവില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമി ആരുടെ തണലിലും ആരുടെ ചിലവിലും ആരുടെ നിഴലിലും വളർന്നു വന്ന പ്രസ്ഥാനമല്ല എന്ന് അതിന്റെ 1-ാം തീയതി മുതൽ ഈ നിമിഷം വരെയുള്ള അതിന്റെ ചലനങ്ങളും അതിന്റെ ആശയങ്ങളും അതിന്റെ പ്രയോഗങ്ങളും പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിനെ വെച്ചിട്ട് ഈ കളി കളിക്കാൻ നിങ്ങൾ നിൽക്കണ്ട. ജമാഅത്തെ ഇസ്ലാമിനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, മനസ്സിലാകാൻ കുറച്ച് പണിയെടുക്കും. കാരണം രാമനെ തിരിയാൻ കുറച്ച് തിരിയാത്തോണ്ടൊന്നുമല്ല, തിരിഞ്ഞതുകൊണ്ടാണ് ആ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്. രാമൻ പ്രശ്നമാണ് എന്ന് രാവണന് മനസ്സിലാകുന്നു, കൃഷ്ണൻ പ്രശ്നമാണ് എന്ന് കംസന് മനസ്സിലാവുന്നു, മുഹമ്മദ് നബി പ്രശ്നമാണെന്ന് സ്വന്തം ഉപ്പയുടെ സഹോദരനായ അബൂലഹബിന് പ്രവാചകന്റെ ഇളയച്ചന് ഇളാപ്പയ്ക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്നു. മക്കയിലെ ധനാഢ്യനും രാഷ്ട്രീയക്കാരനും ബാങ്കിംഗ് സിസ്റ്റങ്ങളുടെ തലവനുമായ അബൂജഹലിന് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്നു മുഹമ്മദ് പ്രശ്നക്കാരനാണ്, മോശ പ്രശ്നമാണെന്ന് ഫറോവക്ക് മനസ്സിലാവുന്നു. തിരിയാത്തോണ്ടൊന്നുമല്ല. ജമാഅത്തെ ഇസ്ലാമി പ്രശ്നമാണ്, മതസംഘടനകൾ പ്രശ്നമല്ല, രാഷ്ട്രീയ സംഘടനകൾ പ്രശ്നമല്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് എന്താ ഉള്ളത്? ജമാഅത്തെ ഇസ്ലാമി തുറന്ന പുസ്തക. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ അതിന്റെ ഭൂതകാലോ വർത്തമാനകാലോ ഇനി ഭാവി കാലം എടുത്തിട്ട് നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുക. മൂക്കുപൊത്തേണ്ട, കണ്ണടക്കേണ്ട, ചെവിയടക്കേണ്ട, വാപത്തേണ്ട ഒരു സംഗതിയും ജമാഅത്തെ ഇസ്ലാമിക്കില്ല. കാലത്തോടും മനുഷ്യരോടും അവസ്ഥകളോടും ഇത്രയും ക്രിയാത്മകമായി പ്രതികരിച്ചിട്ടുള്ള വളരെ ത്യാഗപൂർണമായ നിലപാട്. ഞാൻ പറഞ്ഞല്ലേ, മുർഷിദാബാദിൽ CPM-ന് വോട്ട് കൊടുത്തു ജമാഅത്തെ. അതും കൂടി നിങ്ങൾ പറയണ്ടേ? ഞങ്ങളെ തോറ്റ സ്ഥാനാർത്ഥിക്കും വോട്ട് കൊടുത്തവരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന്. ഈ ഇരുട്ടിൽ സംഘപരിവാരത്തിന്റെ നിഴലിൽ അതിനോടൊപ്പം നിന്ന് ആടിപ്പാടി എല്ലാ അഴുക്കുകളിലും പങ്കാളികളായിട്ട് നഷ്ടസ്വപ്നങ്ങൾ കൊയ്തെടുക്കുന്നതിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു വെപ്പണ മുന്നിലേക്ക് വെച്ചിട്ട് ഡോൺ ക്രീസ്കോട്ടന്റെ നിഴൽ യുദ്ധം നടത്തിയാൽ നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിട്ട് CPM നന്നാവും, CPM-ന്റെ ആൾക്കാർ കാവിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് നല്ല ചെങ്കടിക്കാരാവും, അടിസ്ഥാന തൊഴിലാളി പ്രസ്ഥാനമായിട്ട് മാറും, മുതലാളിത്ത വിരുദ്ധ പ്രസ്ഥാനമായിട്ട് മാറും, സർവ്വദേശീയ സാർവരാജ്യ തൊഴിലാളികളുടെ മാനവ പ്രസ്ഥാനമായിട്ട് മാറും. അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് നമ്മളെ ലേശം പറഞ്ഞാലും പ്രശ്നമില്ലായിരുന്നു. നിങ്ങളൊന്ന് നന്നായിട്ടാണ് പോകുന്നുള്ളത്. ഒന്നും സംഭവിക്കാൻ പോണില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും വലിയ ഇന്ത്യയുടെ പൊതുചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ സംഘപരിവാരത്തിന്റെ മുമ്പിൽ കോൺഗ്രസ് പ്രസ്ഥാനം, കോൺഗ്രസിനൊരു ചരിത്രം ഉണ്ടല്ലോ, ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെയും അതിന്റെ അത്യുജ്വലമായ നേതൃപദവിയുടെയും സമുന്നതരായ നേതാക്കന്മാരുടെയും ഒക്കെ നീണ്ട ചരിത്രമുള്ള ഒരു പ്രസ്ഥാനം എങ്ങനെയാണ് ലോകത്തിലെ തന്നെ അവിശുദ്ധമായ അനാശാസ്യമായ സംഘപരിവാരത്തിന്റെ മുമ്പിൽ തോറ്റു തുന്നമ്പാടി അടുക്കളയിലേക്കും അണ്ടർഗ്രൗണ്ടിലേക്കും ഇറങ്ങിപ്പോകേണ്ടി വന്നത് എന്ന് എടുത്ത് പരിശോധിച്ചാൽ കോൺഗ്രസിനും ഭണ്ഡാരയ്ക്ക് ഉപദേശിച്ചു കൊടുത്തിരുന്നു, നിങ്ങൾ മൃദു ഹിന്ദുത്വം പരിശോധിക്കുക, ഭൂരിപക്ഷ വർഗീയതയുടെ കൂടെ സഞ്ചരിക്കുക. അങ്ങനെയാണ് ശിലാന്യാസം ഉണ്ടായത്, അങ്ങനെയാണ് ബാബരി മസ്ജിദ് തകർത്തത്, അങ്ങനെയാണ് UAPA പോലത്തെ കാട നിയമങ്ങൾ കൊണ്ടുവന്നത്, അങ്ങനെയാണ് വളരെ അപകടകരമായ ഇതൊക്കെ നടത്തുന്നത് RSS-ന്റെ ഉദ്യോഗസ്ഥന്മാരായിരിക്കും കേട്ടോ. നമ്മൾ പഠിക്കേണ്ടതാണ്. RSS ഇപ്പോൾ കേരളത്തിൽ കയറിയിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ പിണറായി ഭരിക്കണമെന്നൊന്നും പറഞ്ഞിരുന്നു പോലെ അതൊന്നുമില്ല. CPM ഒന്നുമല്ല. ലോകത്തെ സിയോഡിസമാണ് ഭരിക്കുന്നത്, ഇന്ത്യയെ സംഘപരിവാരമാണ് ഭരിക്കുന്നത്. സംഘപരിവാരത്തിന് ഭരിക്കാൻ 2-3 ട്യൂളുകളുണ്ട്. ആ ഏറ്റവും പ്രധാനപ്പെട്ട ട്യൂളുകളിലൊന്ന് ഇലക്ഷൻ കമ്മീഷനാണ്. എങ്ങനെ വോട്ട് ചെയ്താലും അത് ആർക്ക് കിട്ടുള്ളൂ? സംഘപരിവാരത്തിന് കിട്ടുള്ളൂ. ഒരു സംശയമില്ല. നിങ്ങൾക്ക് ഇലോൺ മസ്ക് മുതൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എന്ത് ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ പിന്നിന്ന് റിമോട്ട് ചെയ്തിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റണതാണ്. ആരാത് പറയാത്തത്? പക്ഷെ സംഘപരിവാരത്തിന് മാത്രം. സംഘപരിവാര ധൈര്യം പറയും, ഇന്നിപ്പോൾ ഇലക്ഷൻ നമുക്ക് വോട്ട് വേണ്ട, നമുക്കാണ് കടലാസ് വെച്ച് മത്സരിക്കുക. ഒരൊറ്റ RSS-കാരനും പറഞ്ഞിട്ടില്ല, ഇലക്ഷൻ കമ്മീഷനും പറയണില്ല, ഒരൊറ്റൊരുത്തനും പറയണില്ല. RSS-ന് ഒരൊറ്റപ്പടി എടുത്താൽ മതി. നമ്മളുടെ വിശ്വാസതയിൽ സംശയമുള്ളതുകൊണ്ട് നമ്മൾ ഇനി മുതൽ വേറെ പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞുകൊണ്ടൊന്നുമല്ല, ഞങ്ങളുടെ വിശുദ്ധി കൊണ്ട് രാമനും ഹരിശ്ചന്ദ്രനും അബൂബക്കറും ഉമറും പുണ്യാളന്മാരും യേശുവൊക്കെയാണ് ഞങ്ങള് ഏറ്റവും വലിയ സാംസ്കാരിക പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഇനി മുതൽ മെഷീൻ വേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഈ മെഷീനാണ് പോയാൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് വരും, രാജസ്ഥാനിൽ കോൺഗ്രസ് വരും, മധ്യപ്രദേശിൽ കോൺഗ്രസ് വരും, ബീഹാറിൽ ഐക്യമുന്നണി സർക്കാർ വരും, ഗുജറാത്ത് ഉത്തർപ്രദേശിൽ പോലും സംഘപരിവാർ നരേന്ദ്രമോദി പോലും വിജയിക്കണമെങ്കിൽ ഒരിക്കലും സാധ്യത ഉണ്ടാവില്ല. അത്രമാത്രം ഈ വോട്ട്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനത്തെ ഉപയോഗിച്ച് ഇന്ത്യയെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന ഈ കപട കള്ള ക്രൗര്യ സംഘം, കള്ളസംഘം. രണ്ടാമത്തത് കോടതി. സ്വപ്നം കാണില്ലേ ജഡ്ജി? ദൈവം പറഞ്ഞിരിക്കുന്ന പോലെ, ഏത് ദൈവമാണാവട്ടെന്ന്,
അതും കൂടി ഒന്ന് പറഞ്ഞത് നമുക്ക് സന്തോഷമായിരുന്നു. മുസ്ലിം ദൈവമാണോ, ഹിന്ദു ദൈവമാണോ, അതിൽ തന്നെ നായർ ദൈവമാണോ, ബ്രാഹ്മണ ദൈവമാണോ, പറയ ദൈവമാണോ, പുലയ ദൈവമാണോ, പെന്തക്കോസ്താണോ, ഭാവകക്ഷിയാണോ, മെത്രാൻ കക്ഷിയാണോ, അമേരിക്കൻ ദൈവമാണോ, അറബി ദൈവമാണോ, അതൊന്നും പറയണില്ല. ദൈവം പറഞ്ഞു എന്ത്? ഏറ്റവും അവിശുദ്ധവും അക്രമോത്സവമായ വിധി പറയാൻ, വിശുദ്ധമായ സമ്പത്തെടുത്ത് അശുദ്ധന്മാർക്ക് കൊടുക്കാൻ, സംഘപരിവാരത്തിന്റെ മടിത്തട്ടിലേക്ക് വെച്ചു കൊടുക്കാൻ ജഡ്ജിമാര് സ്വപ്നം കാണാ. സംഘപരിവാരത്തിന്റെ നിയമ സംവിധാനങ്ങളിൽ നിന്ന് ആ അണ്ടർഗ്രൗണ്ട് പൊളിറ്റിക്സിലൂടെ കയറി വരുന്ന നിയമവിശാരദന്മാരെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് വന്ന് ഇന്ത്യൻ ജുഡീഷ്യറിയെ നിഴലിൽ നിർത്തി സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിമാരകമായ നിയമപരമായ അടിച്ചമർത്തലുകളുണ്ട് ഈ രാജ്യത്ത്. ഇത് സംഘപരിവാരത്തിന്റെ ഒരു ആയുധമാണ്. പത്രങ്ങളും അതുപോലെ തന്നെ ബാക്കി സംവിധാനങ്ങളും ഒക്കെ ആ നോട്ട് നിരോധത്തോടു കൂടി തന്നെ 90% അങ്ങോട്ട് പോയിട്ടുണ്ട്. അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും ഞാൻ കടന്നു പോകണില്ല. കാരണം നോട്ട് നിരോധിച്ചപ്പോൾ തന്നെ എന്തായി? മനോരമന്റെ സ്വത്ത് എത്രയാണെന്നും, ഇന്ത്യ വിഷന്റെ സ്വത്ത് എത്രയാണെന്നും, ഏഷ്യാനെറ്റിന്റെ സ്വത്ത് എത്രയാണെന്നും, NDTVന്റെ സമ്പത്ത് എത്രയാണെന്നും ഒക്കെ ആർക്ക് തിരിഞ്ഞു? RSSന് കിട്ടി. എല്ലാവരും വിശുദ്ധന്മാരൊന്നും അല്ലല്ലോ, നല്ലൊരു ശതമാനവും അണ്ടർഗ്രൗണ്ടിൽ. അതുകൊണ്ട് എന്തായി? നമ്മളാരും അവരെ മതേതരക്കാരൊന്നും അല്ലാത്തോണ്ടൊന്നും അല്ല സംഘപരിവാരത്തിന് ഹല്ലേലൂയ പാടിക്കൊണ്ടിരിക്കുന്നത്. മറിച്ച് അവരുടെ അവിഹിതങ്ങളിലും അനാശാസനങ്ങളിലും ഏറ്റവും വലിയ, അതുകൊണ്ടുള്ള പ്രിയങ്ക ഗാന്ധി പറഞ്ഞ് നല്ലൊരു സാധനം ഉണ്ട്, ബൽക്കൊരു വാഷിംഗ് മെഷീൻ ഉണ്ട്, അതിലിട്ട് കൊണ്ടായിട്ടാണ് തിരുമ്പി കൊടുത്താൽ എല്ലാവരും ശുദ്ധന്മാരായിട്ട് മാറും. ആകെ സംഘപരിവാരത്തിന്റെ കളത്തിലേക്കാണ് കാല് വെച്ച് കൊടുത്താൽ മതി. അതുകൊണ്ടല്ലേ ശോഭാ സുരേന്ദ്രൻ വന്നിട്ട് പ്രതിഭയെ വിളിക്കുന്നത്, ഇങ്ങോട്ട് പോര്, നീ മയക്കമരുന്ന് കച്ചവടം നടത്തിയാലും ശരി, നടത്തിയിട്ടില്ലെങ്കിലും ശരി, നിന്റെ മകൻ പെട്ടാലും ശരി, പെട്ടിട്ടില്ലെങ്കിലും ശരി, ഇവിടെ വന്ന് നിന്നെ കഴുകി തുടച്ചു തരാം. ഏത് ക്രിമിനലിനെയും, ഏത് അഴിമതിക്കാരനെയും, ഏത് കാട്ടുകള്ളന്മാരെയും കൊള്ളക്കാരനെയും സംഘപരിവാരത്തിന്റെ വാഷിംഗ് മെഷീനിലിട്ടിട്ട് കഴുകിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ആ മറ്റേ പരിപാടി എടുത്തത്, നാണയ നിരോധം. അതിലേക്ക് നമ്മൾ കടന്നു പോകില്ല. അങ്ങനെ മീഡിയ സംവിധാനങ്ങൾ മുതൽ വിദ്യാഭ്യാസങ്ങൾ മുതൽ, നാലാമത്തെ ഏതാണെന്ന് അറിയോ നിങ്ങൾ? പോലീസ്. ആ പോലീസാണ് തൃശ്ശൂരൊക്കെ കളിച്ചത്. നമ്മുടെ DGP അജിത് കുമാർ എമ്മാതിരി പുണ്യാളനാന്ന് പറയും നിങ്ങള്. ഇത്രയും നല്ല സുഹൃതം ചെയ്തൊരു DGP ഒക്കെ കേരളത്തിന് കിട്ടണമെങ്കിൽ നമ്മൾ എവിടെയൊക്കെ പോയി കാത്തിരിക്കേണ്ടി വരും പറയാ. മുപ്പര് വരെയാണ് RSS ഇന്ത്യയിലെ ഏറ്റവും അതിനോട് വർത്താനം. നമ്മുടെ മുഖ്യമന്ത്രി പറയാം, അയാളോട് വർത്താനം പറയണത് എന്താ? ജമാഅത്ത് ഇസ്ലാമി വർത്താനം പറഞ്ഞാൽ നിഗൂഢമാണ്, കാപട്യമാണ്, കള്ളത്തരമാണ്. അത് അവരുടെ പ്രൊഫഷണൽ സ്വഭാവത്തിന്റെ പെരുമാറ്റമാണ്. അതേസമയം ADGP പോയിട്ട് RSSന്റെ നേതാവിനോട് സംസാരിച്ചാൽ അത് സ്വാഭാവിക പ്രവണതയാണ്. അങ്ങനെയൊക്കെ വർത്താനം പറയണതിന് എന്താ പ്രശ്നം? എന്നിട്ട് അയാൾ വരിക, അയാൾ വന്നിട്ട് കൃത്യസമയത്ത് കരണ്ട് പോവുക, അതുപോലെ തന്നെ വെഞ്ചാമരൊക്കെ നിർത്തിവെക്കാൻ പറയുക, അതുപോലെ തന്നെ ഏതോ ഒരു കമ്മിറ്റിയിലെ ഒരുത്തൻ പ്രഖ്യാപിക്കുക പൂരം നിർത്തിവെച്ചിരിക്കും. ഇതൊക്കെ സംഘപരിവാരത്തിന്റെ റിമോട്ടാട്ടോ. എന്നിട്ട് പുഷ്പക വിമാനത്തിൽ വരുന്നത് പോലെ ആംബുലൻസിലെ മഹാനവറുകൾ സുരേഷ് ഗോപി വളരെ സുന്ദരമായി, മന്ത്രിക്ക് എത്താൻ പറ്റണില്ല, ഉദ്യോഗസ്ഥന്മാർക്ക് എത്താൻ പറ്റണില്ല, അവിടേക്ക് വളരെ മനോഹരമായി നമ്മളുടെ സുരേഷ് ഗോപി സിനിമയിൽ നായകൻ ഇറങ്ങി വരുന്നത് പോലെ അതിലൊക്കെ വല്ല ഒത്തുകളിയും. RSS അങ്ങനെ ഒത്തുകളിക്കുക. അതിന് പിണറായി ഭരിക്കുന്ന കാലത്താ CPM ഉള്ള അധികാര മണ്ഡലത്തില് അങ്ങനെ ഒരിക്കലും ഈ CPI-ക്കാർക്കൊക്കെ എന്തിന്റെ ദോഷ? വെറുതെ ഇങ്ങനെ വിളിച്ചു പറയാ ഓരോന്ന്. ഈ PV അൻവറിനൊക്കെ വീട്ടിലിരുന്നാ പോരെ, ഇങ്ങനെ ഒത്തുകളി നടത്തി സീറ്റ് കൊടുത്തതൊക്കെ പറയാൻ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ഈ ADGP അജിത് കുമാർ കേരളത്തിന്റെ പോലീസ് ഫയലുകൾ നിങ്ങൾ പൊക്കിയെടുക്കണം. ശ്രീവാസ്തവ ഉണ്ട് അവിടെ. അറിയാം നിങ്ങൾക്ക്, എനിക്ക് മുസ്ലിം ശമം വേണം എന്ന് പറഞ്ഞിട്ടുള്ള മുസ്ലിം ശമം വേണമെന്ന് 8 വയസ്സുകാരി സിറാജുന്നീസ ഭീകരമായി ശിലാന്യാസത്തിന് വേണ്ടി യാത്ര നടത്തുന്ന അദ്വാനിയുടെ സംഘത്തിനെതിരെ ഭീകരയായിട്ട് രംഗത്ത് വന്ന് അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ ശ്രീവാസ്തവ വെടിവെച്ച് ശരിപ്പെടുത്തി. എന്നിട്ട് ആ പോലീസുകാരൻ CPM-ന്റെ സർക്കാരിന് ഉപദേശകൻ. വളരെ നല്ല, എന്തൊരു നല്ല CPM. മുസ്ലിം സംരക്ഷണത്തിന്റെയും മതേതര സംരക്ഷണത്തിന്റെയും കേരളത്തിലെ സൗഹാർദ്ദ സംരക്ഷണത്തിന്റെയും ശ്രീവാസ്തവ നിൽക്കട്ടെ അവിടെ. ഒരു ബഹറുണ്ട്, ബഹറാണ് കക്ഷി. അറിയാം നിങ്ങൾക്ക് ബഹ്റ ആരാണെന്നുള്ളത്? അയാള് നമ്മുടെ ഗുജറാത്തിൽ കലാപം നടന്നു ഗോത്ര പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട്. വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്നില്ല. നല്ല വായനയ്ക്കും പുനർവായനയ്ക്കും ഓർമ്മകളൊക്കെ തിരിച്ചെടുത്തിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കണം. ആ കലാപം നടന്ന് ഇന്നത്തെ പ്രധാനമന്ത്രിയായ മിസ്റ്റർ നരേന്ദ്രമോദിയും ഇന്നത്തെ ആഭ്യന്തരമായ അമിത് ഷായും അപകടകരമായ മനുഷ്യത്വ പ്രവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയാണ് ഗുജറാത്തിൽ അധികാരത്തിലെത്തിയത് എന്ന് ഗോത്രയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ മുഴുവൻ പഠിച്ചിട്ട് അവിടുത്തെ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഒന്ന് കന്ദസ്വാമി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ IAS സ്ക്വാഡ്രനിൽ ഉണ്ടായിരുന്ന തമിഴ് പോലീസ് ഉദ്യോഗസ്ഥൻ, രണ്ടാമത്തത് സജീവ് ഭട്ട്, ജയിലിലാണ് ഇപ്പോഴും. അദ്ദേഹം ബ്രാഹ്മണനൊക്കെ തന്നെയാ, സവർണനൊക്കെ തന്നെയാണ്. അദ്ദേഹം ഇപ്പൊ ജയിലിൽ കിടക്കുക. അമിത്ഷാക്കും നരേന്ദ്രമോദിക്കും എതിരെ പറഞ്ഞതിന്റെ പേരിൽ. അറിയോ നിങ്ങള്, കന്ദസ്വാമി റിപ്പോർട്ട് എഴുതി. അമിത്ഷാക്ക് പങ്കുണ്ട്, മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട്. അവരുടെയൊക്കെ പിന്നാമ്പറങ്ങളിലൂടെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അവരുടെ വിഹിതമോ അവിഹിതമായ സപ്പോർട്ടിലാണ് ഗുജറാത്തിലെ വംശഹത്യ നടന്നിട്ടുള്ളത്. ആര് മറന്നാലും സത്യം നേരുള്ളവരൊന്നും മറക്കൂല.
ആ കന്ദസ്വാമിയെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചു. ആര്? അന്നത്തെ ഗുജറാത്ത് സർക്കാർ, നമ്മുടെ നരേന്ദ്രമോദി വരും. അപ്പൊ തന്നെ എന്ത് ചെയ്തു? അദ്ദേഹം അവിടുന്ന് സാധനം വാങ്ങിയിട്ട് ഇങ്ങോട്ട് ചാടി. എവിടെ അദ്ദേഹത്തിന് സ്ഥാപനം കിട്ടിയെന്ന് അറിയാം? പിന്നെ നിങ്ങൾ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ഇങ്ങോട്ട് പോരെ. സംഘപരിവാരത്തിന് മൂക്കിൽ പിടിക്കാൻ കരുത്തുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ അതിന് സംരക്ഷണം കൊടുക്കാനും അതിനെ സംരക്ഷിക്കാനും പറ്റുന്നത് ഇവിടെയാണ്. ഇങ്ങോട്ട് വാ. അങ്ങനെ കന്ദസ്വാമിയെ കൊണ്ടുവന്ന് തമിഴ്നാട്ടിൽ അഡ്മിറ്റ് ചെയ്തു മിസ്റ്റർ സ്റ്റാലിൻ. അങ്ങനെ നരേന്ദ്രമോദി പ്രതിയാണ്, പ്രശ്നക്കാരനാണ്. അമിത്ഷാ എന്താണെങ്കിലും കക്ഷിയാണ്. ഈ റിപ്പോർട്ട് എഴുതി കൊടുത്ത പോലീസുകാരൻ, അതിന്റെ പേരിൽ ജയിലിലടക്കപ്പെട്ട അമിത്ഷാ. പിന്നെ ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത ആരാന്നറിയങ്ങള്? നമ്മുടെ മഹാനവറുകൾ ബെഹ്റ. ഈ പറഞ്ഞ ബെഹ്റ സിയോഡിസത്തിന്റെയും CAA-യുടെയും അണ്ടർഗ്രൗണ്ടുകളിൽ പോയി ഇസ്ലാമിക് ഫോബിക് അന്തരീക്ഷങ്ങളെ വിറ്റുകാശാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പഠനങ്ങളും അവിടെ നിന്ന് നടത്തി ജനങ്ങളുടെ സമ്പത്ത് കൊണ്ട് CIA-ക്കും മൊസാദിനും ക്യാപിറ്റലിസത്തിനും നാസിസത്തിനും ഫാസിസത്തിനും അണ്ടർഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി അവിടുന്ന് ക്ലാസ് പഠിച്ചു വന്ന ബെഹ്റ ഇവിടെ വന്നിട്ട് എഴുതി അമിത്ഷായ. ഇത്ര വിശുദ്ധന്മാര്, മനുഷ്യൻ ജൈനമതക്കാരനാ. അറിയോ നിങ്ങളെ മൂക്കില് പ്രവീണി കയറിയാല് ചത്തുപോകുന്ന എഴുതിയിട്ട് വലകെട്ടി നടക്കണ കാരുണ്യത്തിന്റെ പ്രതീക. അയാളൊക്കെ മനുഷ്യനെ കൊല്ലേ, ജഡ്ജിയെ കൊല്ലേ, ഒന്നും ഉണ്ടായിട്ടില്ല. ക്ലീൻ സർട്ടിഫിക്കറ്റ്. മിസ്റ്റർ ബെഹ്റ നിരപരാധിയും വിശുദ്ധനും മാലാകയുമാണ്. നമ്മുടെ നരേന്ദ്രമോദിയും അമിത്ഷായും എന്ന് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത ബെഹ്റ പിന്നെ എവിടെ വന്നതെന്ന് അറിയങ്ങള്? CPM ഭരിക്കുന്ന കേരളത്തിൽ DGP ആയിട്ട്. അറിയോ നിങ്ങള്? അതിന്റെ ശേഷം 10-15 വർഷം കേരളത്തിൽ നടന്നിട്ടുള്ള ഇസ്ലാമിക് ടെററിസവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അറസ്റ്റുകൾ, പോലീസ് അണ്ടർഗ്രൗണ്ടുകളിൽ നടന്നിട്ടുള്ള കൂട്ടിക്കൊടുക്കലുകൾ, നിയമാന്വേഷണത്തിന്റെ അവിഹിതവും അനാശാസ്യവുമായ കടന്നുകയറ്റങ്ങൾ, മലപ്പുറം ജില്ലയിലും തൃശൂർ ജില്ലയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം കേസുകളുടെ എണ്ണമില്ലാത്ത പ്രളയങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ പറയേണ്ടി വരികയാണ്. കേസിന് അങ്ങനത്തെ ഇതൊന്നും, നായര കേസ്, മേനോൻ കേസ്, പറയന്റെ കേസ്, പുലയന്റെ കേസ്, സുന്നി കേസ്, മുജാഹിദ് കേസ്, തബ്ലീഗ് കേസ്, ജമാഅത്തെ ഇസ്ലാമി കേസ്, മുസ്ലിം കേസ്, ഹിന്ദു കേസ്, ഇങ്ങനൊന്നും പറയേണ്ട കാര്യമല്ല. പക്ഷെ സംഘപരിവാർ വളരെ സമർത്ഥമായി ഈ വിഷവിത്തുകളെ മുഴുവൻ അധികാര കേന്ദ്രങ്ങളിൽ വിതച്ച് അങ്ങനെ മിസ്റ്റർ ബെഹ്റ നമ്മുടെ പിണറായിയുടെ DGP ആയിട്ട് അങ്ങേര് വന്നു. അറിയോ നിങ്ങൾ? അതുകൊണ്ട് നമുക്ക് പേടി. ഇങ്ങനെയൊക്കെ തന്നെയാണ് RSS വന്നിട്ടുള്ളത്. അതിന്റെ ശേഷം അതിന്റെ ശേഷമാണ് ADGP. ഇപ്പോഴും സർട്ടിഫിക്കറ്റ് കൊടുത്തു നമ്മുടെ ഗവൺമെന്റ്. PV അൻവർ ഏറ്റവും അപകടകരമായ വെടിപൊട്ടിച്ചു. അപകടകാരിയാണ് ഇയാൾ. സംഘപരിവാരത്തിന് വേണ്ടി കേരളത്തെ ഒറ്റുകൊടുക്കുന്ന പണിയാ. ഇതൊന്നും ഞാൻ പറയില്ല കേട്ടോ, നിങ്ങൾ MLA പറഞ്ഞതാ. നിങ്ങൾ MLA ആയിരുന്നു PV അൻവർ. ഇപ്പൊ രാജിവെച്ച് പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ സമന്നതന്മാരായ നേതാക്കന്മാരായിരുന്നു എന്ന് പറയുന്നു. VD സതീശനെതിരെ അത് കേട്ടോ. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയമൊന്നും ജമാഅത്ത് ഇസ്ലാമിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. മതസംഘടനകൾക്ക് വേണ്ടി അതൊക്കെ സ്വീകരിക്കാം. മതം വേറെയാണ്, രാഷ്ട്രീയം വേറെയാണ്. അതുകൊണ്ട് രാഷ്ട്രീയത്തിലെ കാര്യമൊന്നും അല്ല ചോദിക്കൂല, മതപരമായ കാര്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ എന്ന് ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും പള്ളി അമ്പലവും ചർച്ചൊക്കെ വിശ്വസിക്കുന്നുവെങ്കിൽ അത്രയും പരമസാധുവായ നിസ്സഹായനായ ഒരു ദൈവം നിങ്ങളെ പള്ളിയിലും അമ്പലത്തിലും ചർച്ചിലും വെക്കേണ്ടി വരും. രാവണനെ പിടിച്ച കംസനെ പൂട്ടിയ, ഫറോവയെ പൂട്ടിയ, നമ്രൂദിനെ പൂട്ടിയ, ഹിറ്റ്ലറെയും മുസോളിനിയെയും ഗൂഡ്സെയും ഒക്കെ പൂട്ടിയ ദൈവം ഈ കാപട്യങ്ങൾക്കെതിരെയൊക്കെ കയ്യും കെട്ടി നിന്നിട്ട് മതം വേറെയും രാഷ്ട്രീയം വേറെയാണ്. അതാണല്ലോ ലളിതസുന്ദരമായ വ്യാഖ്യാനം. ആ വ്യാഖ്യാനം പറഞ്ഞാൽ പിന്നെ ഒക്കെയായി. അതും പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇക്കണ്ട എന്നിട്ട് VD സതീശനോട് MLA സ്ഥാനം രാജിവെച്ചിറങ്ങി പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി പറഞ്ഞത് കൊണ്ടാണ് പ്രതിപക്ഷ ഇതൊക്കെ കേട്ടോ. രാഷ്ട്രീയം, കളവുകൾ, കാപട്യങ്ങൾ, കള്ളത്തരങ്ങൾ, നിരേഷനുകൾ, ഫ്രൈമുകൾ, അതുപോലെ തന്നെ അധോലോക പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നടത്തിയിട്ട് ഓൽക്ക് ഖലീഫമാരെ ഭരണമൊക്കെ പേടി തന്നെയായിരിക്കും. ഒരു സംശയങ്ങൾ വെക്കണ്ട. കാരണം ഖലീഫമാര് വന്നാൽ ഇമാതിരി അവതാരങ്ങളെ മുഴുവൻ, അവിശുദ്ധതകളെ മുഴുവൻ അതിന്റെ അടിവേരതോടെ പിടിലെടുത്ത് അപ്പൊ അവര് പറയും ഇസ്ലാമിക ഭരണം, ഹിന്ദുത്വ ഭരണം. അതും കൂടി നമ്മുടെ സമരസം എന്താണ് ഇപ്പൊ ഇസ്ലാമിന് ഇത്ര വലിയ പ്രശ്നം എന്നുള്ളത്? ഇസ്ലാമിന് മാത്രമായിട്ടൊരു പ്രശ്നമൊന്നുമില്ല. ഇസ്ലാമിന്റെ പ്രശ്നം തന്നെ മുഹമ്മദ് നബിക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഈസാ നബിക്ക് പ്രശ്നമുണ്ട്, മൂസാ നബിക്ക് പ്രശ്നമുണ്ട്, നൂഹ് നബിക്ക് പ്രശ്നമുണ്ട്, രാമനും കൃഷ്ണനും ബുദ്ധനും ജൈനനും ഒക്കെ പ്രശ്നമുണ്ട്. എല്ലാ പ്രവാചകന്മാരുടെയും പ്രശ്നങ്ങളെ അവസാനം കൊണ്ടുപോയി ഒരു സ്ഥലത്ത് വെക്കുകയാണ് മുഹമ്മദ് നബിയിൽ. പ്രശ്നം മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബിയാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാ പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും പ്രശ്നമാണെന്നാ. ഒരു സംശയം നിങ്ങൾ വെക്കേണ്ട കാര്യമില്ല. കാരണം അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ മുമ്പിലാണ് ബാക്കിയുള്ള പ്രവാചകന്മാർ മുഴുവൻ. പക്ഷെ ഒരേ ടീമിലെ കളിക്കാരാണവർ, ഒരേ ദർശനത്തിന്റെ വക്താക്കളാണവർ, ഒരേ ആശയത്തിന്റെ പ്രബോധകന്മാരാണവർ, ഒരേ ദർശനത്തിന്റെ പ്രയോക്താക്കളാണവർ. അല്ലാതെ അവരൊന്നും ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോടില്ല. ഹിന്ദുവിന്റെ പ്രവാചകൻ, മുസ്ലിമിന്റെ പ്രവാചകൻ, ക്രിസ്ത്യാനിയുടെ പ്രവാചകൻ ഒന്നും പറഞ്ഞിട്ട് ഒരിക്കലും പ്രവാചകന്മാരും എവിടെയും വന്നിട്ടില്ല. നിങ്ങൾ വസ്തുതാപരമായിട്ടൊന്ന് പഠിച്ച് പരിശോധിച്ച് നോക്ക്. മുഹമ്മദ് നബി വന്നിട്ട് ഇസ്ലാം ഉണ്ടാക്കി, മൂസ വന്നിട്ട് യഹൂദമതം ഉണ്ടാക്കി, ബുദ്ധം വന്നിട്ട് ബുദ്ധമതം
ഉണ്ടാക്കി, യേശു വന്നിട്ട് ക്രിസ്തുമതം ഉണ്ടാക്കി. എവിടെയാണത് പറഞ്ഞിട്ടുള്ളത്? നമ്മൾ പറയല്ലേ അതാ പ്രസ്ഥാനമാണ്, ഇത് ഈ പ്രസ്ഥാനമാണ്, അത് ഇങ്ങനെയാണ്, മതരാഷ്ട്രവാദം, അതുപോലെ തന്നെ എന്താണ് പറയാ രാഷ്ട്രീയ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് പോലെ നമ്മൾ ചാപ്പ കുത്തി കൊടുത്തതാ. അത് അദ്ദേഹം ഉണ്ടാക്കിയ മതമാണ്. ഇവരാരും ഒരു മതത്തിന്റെ പേറ്റന്റ് നടത്തിയവരല്ല, എല്ലാവരും ഒരേ ദർശനത്തിന്റെ വക്താക്കളായിരുന്നു. അതിനവസാനത്തെ കള്ളിയാണ് മുഹമ്മദ് നബി. അതുകൊണ്ട് മുഹമ്മദ് നബി ഇവർ കടന്നാക്രമിക്കുന്നുവെങ്കിൽ, ഖുർആനിന്റെ മുകളിൽ ഇവർ കയ്യുവെക്കുന്നുവെങ്കിൽ, ഇസ്ലാമിക ദർശനത്തെ ഇവർ ചാപ്പ കുത്തുന്നുവെങ്കിൽ, അത് യേശുവിനുള്ളതാണ്, മോശക്കുള്ളതാണ്, അബ്രഹാമിനുള്ളതാണ്, രാമനും കൃഷ്ണനും ബുദ്ധനും ജൈനനും ലോകത്തിലെ എല്ലാ വിശുദ്ധമായ ദർശനങ്ങളുടെയും തലയിലും നെഞ്ചിലും ചവിട്ടി കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെയും അവസാനത്തെയും പ്രതീകമെന്നുള്ള നിലക്കാണ് ഇസ്ലാമിനെ അവർ കൊണ്ടുവന്നത്. അതാണ് ഇസ്ലാമിക് ഫോബിക് അന്തരീക്ഷങ്ങളുടെ മർമ്മം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകണില്ല. ഇസ്ലാമിലെ പ്രസ്ഥാനങ്ങളോ കോണ്ടമാന സംഘടനകളുണ്ട്. എന്തിനാണ് ഇത്രയധികം സംഘടനകൾ ഉണ്ടായെന്നറിയില്ല. ഒരു തമ്മിലുള്ള പ്രശ്നം തന്നെ തീർന്നിട്ടില്ല. എന്നിട്ടാണ് നമ്മളെ കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് വലിച്ചഴിച്ചിട്ട് വേണ്ടതും വേണ്ടാതായിട്ടുള്ള ചർച്ചകളൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഘടനകൾ മുഴുവൻ, എല്ലാ സംഘടനകളും, സകല സംഘടനകളും, ഈ സംഘടനകളുടെ അകത്തളങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി എന്തുകൊണ്ട് പ്രശ്നമായി തീരുന്നു? ഒന്നുകിലും നിങ്ങളുടെ ധൈര്യപൂർവ്വം പറയണം. എന്ത് ജമാഅത്തെ ഇസ്ലാമി ഭീകരവാദം എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നുള്ള വലിയൊരു ചർച്ചാ വിഷയമാണ്. അതിലേക്കൊന്നും ഇപ്പോൾ നമ്മൾ കടന്നു പോകണം. ഇപ്പോൾ ഹൂത്തികളെ വിമതന്മാരാക്കി ഭീകരന്മാരായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മിസ്റ്റർ ട്രംപ് കയറിയിട്ട്. ട്രംപ് മാലാഖയാണല്ലോ, ട്രംപ് പുണ്യാളനാണല്ലോ, ട്രംപ് മിശിഹായാണല്ലോ. അതുകൊണ്ട് മൂപ്പർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹൂത്തികൾ ഭീകരന്മാരാണ്. എന്താ പ്രശ്നം? ഗസയെ ആക്രമിക്കുന്ന ഇസ്രായേലിന്റെ കപ്പലോ, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന കപ്പലോ ഇതിലെ വന്നാൽ ആ ഹൂത്തികൾ എന്ന് പറയുന്ന ഗസയെ പോലെ തന്നെ വലിയ പവറൊന്നും ഇല്ലാത്തൊരു ടീമാ. പക്ഷേ ലോകത്തിലെ കപ്പൽ ഗതാഗതത്തിന്റെയും 40% എക്കണോമിയുടെ നീക്കങ്ങളെയും വളരെ ദുർബലമായ സംഘം യമനിന്റെ താഴ്വരകളിൽ നിന്നുകൊണ്ട് മൂക്ക് കൊണ്ട് ക്ഷാവരപ്പിച്ച് അമേരിക്ക മുതൽ ഇസ്രായേൽ അടക്കമുള്ള സംവിധാനങ്ങളെ അപ്പൊ ഇയാളെ വന്നിട്ട് കയറിയിട്ടടിക്കുകയാണ്. എന്താ? ഹൂത്തികൾ ഭീകരവാദികളാണ്. അവനാണ് പറ്റണമല്ലൊക്കെ ഭീകരവാദികളും തീവ്രവാദികളായിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളത് ഓരോ പ്രസ്ഥാനങ്ങളും സംഘടനകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ അപകടകരമായ കാപട്യത്തിന്റെയും കള്ളത്തരത്തിന്റെയൊക്കെ നിലപാടുകളുമായിട്ട് ബന്ധപ്പെട്ടതാണത്. ഇതിന്റെ ഈ മറ്റെന്താണ് നമ്മുടെ യുണൈറ്റഡ് നേഷനിലൊക്കെ ചർച്ച വന്നിരുന്നു പറഞ്ഞു. എന്താണ് ഭീകരവാദം, എന്താണ് തീവ്രവാദം, എന്താണ് ഫാഷിസം, ഇതിൻ്റെയൊക്കെ ഒരു നിർവചനം തയ്യാറാക്കിയിട്ട് നമ്മൾ കൊടുക്കണമെന്ന്. അങ്ങനെ 2010-ലോ 2008-ലോ അതിൻ്റെ ചർച്ച വന്നപ്പോൾ ആ ചർച്ച വന്നുടനെ ഭീകരവാദത്തിന്റെ ഡെഫിനിഷൻ, അതിന്റെ വിശദീകരണം, തഫ്സീർ നമ്മൾ ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കണം. അവനാണ് തോന്നുന്ന പോലെ മറ്റോ ഇപ്പോൾ ഗോഡ്സേക്ക് ഗാന്ധിയാണ് ഭീകരവാദി, അങ്ങനെയാണല്ലോ, അങ്ങനെയാണല്ലോ വെടിവെക്കണത്. കംസന് രാവണനാണ് പ്രശ്നം, ഫറോവയ്ക്കും ഓശോയാണ് ഭീകരവാദി, അങ്ങനെയാണല്ലോ തീവ്രവാദമൊക്കെ. അങ്ങനെ അതൊക്കെ ചരിത്ര പഠിച്ചങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ് ഇതിന്റെ വസ്തുത, എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ഫോർമുലയിൽ ഇതിനെ വെക്കണല്ലോ. ആ ചർച്ച വന്നപ്പോൾ അങ്ങനെ ആരും ഇത് വിശദീകരിച്ചിട്ട് അതിൻ്റെ ന്യായാന്യായങ്ങൾ ഇവിടെ പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അമേരിക്ക എഴുന്നേറ്റ് എന്നിട്ട് വർത്താനം പറഞ്ഞു. അത് വീറ്റോ ചെയ്തു. അങ്ങനെ ചർച്ച വേണ്ട. അപ്പോൾ ഇസ്രായേൽ സപ്പോർട്ടും ചെയ്തു. ഇത് നമ്മൾ ചക്കിക്കൊത്ത ചങ്കരനാണ്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇരട്ടപറ്റ സന്തതികളാണ് ഇത് രണ്ടും. സിയോണിസത്തിന്റെ സൃഷ്ടിയാണ് അമേരിക്ക. അമേരിക്കയാണ് ഇസ്രായേലിന്റെ കരുത്ത് എന്നവർ. അതിനെപ്പോലുമാണ് ഗസ വെള്ളം കുടിപ്പിച്ചു കേട്ടോ, ഹമാസ് വെള്ളം കുടിപ്പിച്ചത്. കരുത്തുറ്റ വീറുറ്റ ആ കൊച്ചു സംഘം ലോകത്തിലെ എല്ലാ ഗോലിയാത്തുമാരെയും എന്തെന്നില്ലാത്ത പ്രതിസന്ധികളിലേക്ക്, ഞാൻ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകണില്ല. അപ്പൊ ഇസ്രായേലും അമേരിക്കയും സപ്പോർട്ട് ചെയ്തു. പിന്നെ കാരണം എന്താ പറയുക, നിങ്ങൾക്ക് ആ പ്രമേയം എങ്ങാനും പാസ്സായാൽ ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും നിർവചനത്തിൽ ആദ്യം വരെ ഇസ്രായേലും അമേരിക്കയായിരിക്കും. അതുകൊണ്ട് അവർ വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ പ്രമേയം തന്നെ നടക്കാതിരിക്കണം. ഇന്ന് വരെ ഒരു നിർവചനം ഭീകരവാദത്തിനും തീവ്രവാദത്തിനും കൊടുത്തില്ല. അപ്പൊ അത് എന്ത് ചെയ്യും? രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, മതസംഘടനകൾ, സാമൂഹിക സംഘടനകൾ, അതുപോലെ നമ്മളെ സമാധിയിൽ നിന്ന് എഴുന്നേറ്റ് പറയും മുസ്ലിം തീവ്രവാദികളാണ് പ്രശ്നക്കാരെന്ന് പറയും. അയൽപക്കത്തുള്ള മുസ്ലിം വിദ്യാർത്ഥിയോട് ദേഷ്യം വിളിക്കുമ്പോൾ പറയും കുംഭമേളയിൽ തീ വെക്കാൻ തീരുമാനിച്ചിട്ടുള്ള, പ്രധാനമന്ത്രിയെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുള്ള, മുഖ്യമന്ത്രിയെ വെടിവെക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഭീകരവാദിയാണ് ഇവനെന്ന് ഒരു വിദ്യാർത്ഥി മുതൽ സ്വന്തം അച്ഛന്റെ അന്ധവിശ്വാസം പോട്ടെ, ഞാൻ അതിലേക്ക് പോകണില്ല. അതുകൊണ്ടായിട്ട് നാളെ എങ്ങനെ പൂജയും വഴിപാടും ആരാധന, അത് വേറെ കാര്യം കേട്ടോ. അതിലേക്ക് നമ്മളിപ്പോൾ കടന്നു പോകണ്ട. ഇത്രയും വലിയ കമ്മ്യൂണിസ്റ്റ്, അതുപോലെ തന്നെ എന്താ വൈരുദ്ധ്യാത്മിക ദർശന ശാസ്ത്ര സാഹിത്യ പരീക്ഷത്തൊക്കെ കൂടി ഇളക്കി കൊടുത്ത് ആൾ ദൈവങ്ങളും അത് സമാധികളും അതുപോലെ തന്നെ മുദബ്ബിറ ആലിമുകളും ഒക്കെ പള്ള നിറച്ച് കേരളത്തിലേക്ക് ഒഴുകിയെത്തുമ്പോൾ കമാനരക്ഷരം. പിന്നെ ലൈസൻസ് കൊടുക്കണ്ട, പിന്നെ ആരും ലൈസൻസ്. കോൺഗ്രസ് എന്താ ചെയ്യുക, BJP എന്താ ചെയ്യുക, ജഫ്രി തങ്ങൾ എന്താ ചെയ്യുക, AP അബൂബക്കർ മുസ്ലിയാർ എന്താ ചെയ്യുക, ജമാഅത്തെ ഇസ്ലാമിന്റെ അമീർ എന്താ ചെയ്യുക? ഞാൻ അങ്ങനെയല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ആർക്കും ഒരു അധികാരമില്ല. ഒന്ന്, സ്വന്തം കയ്യിലിരിപ്പുണ്ട്. രണ്ടാമത്തത്, ആശയത്തിലും ദർശനങ്ങളിലും ഇതിനെ കൈകാര്യം ചെയ്യാനുള്ള ബദൽ
പരിഹാരങ്ങളില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഞെങ്ങി ഞെരുങ്ങി ഈ കമ്പാർട്ട്മെന്റിൽ ഒടുങ്ങാൻ പോകുന്നത് അങ്ങനെയാണ്. ദൈവമില്ലാത്തതുകൊണ്ട്, പ്രവാചകന്മാരില്ലാത്തതുകൊണ്ട്, വേദദർശനങ്ങളില്ലാത്തതുകൊണ്ട്, സംഘപരിവാർ പ്രൊമോട്ട് ചെയ്യുന്ന കപട സാംസ്കാരിക വിഗ്രഹങ്ങളും അതിന്റെ കാപട്യങ്ങളുമൊക്കെ കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിലേക്കും കമ്മ്യൂണിസ്റ്റ് വ്യക്തികളിലേക്കും അമ്പലം കമ്മിറ്റികൾ മുതൽ അതിന്റെ അങ്ങേയറ്റത്തുള്ള എല്ലാ സംവിധാനങ്ങളിലൂടെയും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരിലേക്ക് വളരെ നന്നായി ഗ്രൗണ്ട് വർക്ക് ചെയ്ത് മൈക്രോ ലെവലിൽ സംഘപരിവാരത്തിന്റെ നെറ്റ്വർക്കുകൾ കടന്നു ചെല്ലുമ്പോൾ ദൈവമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, പ്രവാചകന്മാരില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വീക്ഷണങ്ങളില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, സംഘപരിവാരത്തിന്റെ ഇതിലൊന്നും ശരിയായൊരു വീക്ഷണം അവതരിപ്പിക്കാത്ത സംഘപരിവാരത്തിന്റെ മുന്നിൽ പോലും ഉപ്പിട്ട് വെള്ളം കുടിച്ച് വയറ് വീർത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ശ്വാസം മുട്ടിക്കിടക്കേണ്ടി വരും. ആ പണിയൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? യഥാർത്ഥത്തിൽ മറുഭാഗത്ത് എന്തെങ്കിലുമൊക്കെ അപ്പം ഞാൻ പറഞ്ഞത് തീവ്രവാദം ഭീകരവാദമൊക്കെ. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനവും ഭീകരവാദവും തീവ്രവാദം നിങ്ങളത് പറയുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കുടുങ്ങുമെന്നല്ലാതെ ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് പരിശോധന വിധേയമാക്കാലോ. എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ 75 വർഷമായി ഈ രാജ്യത്ത് മുന്നോട്ട്? നിങ്ങൾ അതിൻ്റെ ഭരണഘടന ചോദിച്ചു നോക്കുന്നുണ്ടോ? നിങ്ങൾ ഭരണഘടന ഒന്ന് വായിച്ചു നോക്ക്. അതിൻ്റെ ഭരണഘടന വായിച്ചാൽ കിട്ടുമല്ലോ. അതിലുള്ള അക്രമാസക്തമായ ഭാഗങ്ങൾ, രാഷ്ട്രവിരുദ്ധമായ ഭാഗങ്ങൾ, മനുഷ്യത്വ വിരുദ്ധമായ ഭാഗങ്ങൾ, ഒരിക്കലും മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയാത്ത നെറികെട്ട നിലപാടുകളുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ തന്നെ വെക്കാൻ വെക്കൂല കേട്ടോ. എല്ലാവരുടെ മുമ്പിലും ജമാഅത്തെ ഇസ്ലാമിക്ക് ആകെ ധൈര്യം എന്താ? നിങ്ങൾ ആരുടെ അടുത്തേക്കും കയറി ചെല്ലും, ധൈര്യത്തിൽ കയറി ചെല്ലും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജമാഅത്തെ ഇസ്ലാമിയെ? ഇപ്പോൾ എനിക്കും നിങ്ങൾക്കൊന്നും വിവരവും കഴിവൊക്കെ തിരക്കൊക്കെ കൂടിപ്പോയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആരുടെ അടുത്തേക്കും കയറി പോകല്ലോ. പക്ഷെ ഒരു ഒറിജിനൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ എന്ത് ചെയ്യും? നരേന്ദ്രമോദി ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ പ്രബോധനമായിട്ട് അങ്ങോട്ട് ചെല്ലും. ഇതാ ഞങ്ങളുടെ പ്രസിദ്ധീകരണം ഉണ്ടാ, നിങ്ങളൊരു ഒന്ന് വരി ചേരുകയാണെങ്കിൽ നമുക്ക് സന്തോഷമായിരുന്നു. സംഗതി മുസ്ലിം ഇഷ്യൂസൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും നിങ്ങൾക്കെതിരായിട്ടൊന്നും ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യനെതിരായിട്ടൊന്നുമില്ല. എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന സാധനം അതിലുള്ളത്. നിങ്ങളൊരു വരി ചേരുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. പറ്റുമെങ്കിൽ ഒപ്പം നിന്നിട്ടൊരു ഫോട്ടോ കൊടുക്കും നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് പോയിട്ട്. പിണറായി വിജയന്റെ അടുത്തേക്ക് നമ്മൾ കയറി ചെല്ലും. ഇത് ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമാണ്, ഇതൊന്ന് നിങ്ങളൊന്ന് വരി ചേർന്നാൽ ഞങ്ങൾക്ക്. ഇതൊരു PR വർക്കിന്റെ കപടകള്ള അതുണ്ട്. അത് നമ്മൾ വേറെ പഠിക്കേണ്ടതാണ്. ഇനി PR വർക്ക് എന്ന് പറഞ്ഞാൽ കപട ഏറ്റവും വലിയ PR വർക്കർമാരാണ് സിയോണിസം, ഇസ്രായേല്, പിന്നെ സംഘപരിവാര് വളരെ നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി അതേ ഒരു ആശയ സംവാദത്തിൻ്റെ നിങ്ങൾ കയറി വന്നിട്ട് ജമാഅത്തെ ഇസ്ലാമി എല്ലാവരുടെ അടുത്തേക്കും ചെല്ലും. CPM-ഓ RSS-ഓ ഇനി നിരീശ്വരവാദിയോ ഏകദൈവ വിശ്വാസിയോ ഇനി മതമുള്ളവനോ മതമില്ലാത്തവനോ ഒരു പ്രശ്നമില്ല. എല്ലാവരുടെ അടുത്തേക്കും ജമാഅത്തെ ഇസ്ലാമി ധൈര്യത്തിൽ കയറി ചെല്ലും. അതിനുള്ള കരുത്ത് നമുക്ക് ഉണ്ടാകും കേട്ടോ. ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ കരുത്തതാണ്. അതിൻ്റെ സ്ഥാപനങ്ങളോ അതിൻ്റെ സംവിധാനങ്ങളോ അതിൻ്റെ സംഗതികളോ അല്ല. ആദർശപരമായ കരുത്താണത്, ആശയപരമായ കരുത്താണത്, വിശ്വാസപരമായ കരുത്താണത്, ധാർമ്മികമായ കരുത്താണത്, വിശുദ്ധിയുടെ കരുത്താണത്, വിജ്ഞാനത്തിന്റെ കരുത്താണത്. അതിൽ നിന്നുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ 75 വർഷം ഈ രാജ്യത്ത് ആരും തണലിട്ട് തരാത്തിടത്ത്, ആരും പരവതാനി വിരിക്കാത്തിടത്ത്, ആരുടെയും നിഴലിൽ നിൽക്കേണ്ട ഗതികേടില്ലാതെ അന്തസ്സോടുകൂടി ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് പോയിട്ടുള്ളത്. ധൈര്യം കാണിക്കണം. നമ്മൾ ആളുകളുടെ അടുത്ത് ഇറങ്ങിച്ചാൽ അത് പോവും. ഒരു RSS-കാരൻ വരില്ലല്ലോ, CPM-കാരൻ പോലും ഇപ്പം വരുന്നില്ല ഒരു സംവാദത്തിന്. ഉണ്ടയില്ല വെടിവെക്കാണ്, പത്രസമ്മേളനം നടത്താണ്, കാടടച്ച് വെടിവെക്കാണ്, വ്യക്തികളെ കണ്ട് സംഭാഷണം നടത്തി. ഇതാ ജമാഅത്തെ ഇസ്ലാമിക്ക് എന്തെന്ന് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ നമ്പർ 1 ഇതാണ്. നമ്പർ 2 ഇതാണ്. നമ്മൾ വേർതിരിയുന്നത് ഇവിടെയാണ്. നമ്മൾക്ക് ഒരുമിക്കാൻ പറ്റുന്നത് ഇവിടെയാണ്. നമുക്ക് വൈരുദ്ധ്യങ്ങളും സാമ്യതകളും ഉള്ളത് ഇന്ന ഇടങ്ങളിലാണ്. വരീൻ നമുക്ക് സംസാരിക്കാലോ. സംസാരിക്കാൻ ധൈര്യം കാണിക്കാത്ത പ്രസ്ഥാനങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ധൈര്യപൂർവ്വം. പക്ഷെ ഇപ്പം അതും പ്രശ്നമാണ്. അതവരെ വീട്ടിൽ പോയി നമ്മൾ കയ്യെടുത്തെന്ന് പറഞ്ഞാൽ അത് പ്രശ്നമായി. രാഘവനെ വിളിച്ച് വിജയരാഘവൻ വിളിച്ച് പറയും, ഇതാ തീവ്രവാദികളും ഭീകരവാദികളും കൈ കൊടുക്കണ്. വല്ല പ്രൊഫഷണലിസത്തിന്റെയും തന്ത്രത്തിന്റെയും ഭാഗമാണത്. ചിരിച്ചു പോയാൽ അത് കാപട്യമാണ്. മമ്മൂട്ടി മോഹൻലാലൊക്കെ സിനിമയിൽ ചിരിക്കണ പോലെ ചിരിയാണത്, പൈസ വാങ്ങിയ ചിരിയാണത്. ആ ചിരിക്ക് നിർമ്മാതാവിന്റെ സമ്പത്തിന്റെ ചെലവുണ്ട് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ആ ചിരി വിശുദ്ധമായ ചിരിയല്ല. നമ്മളെങ്ങാനും ഒന്ന് കെട്ടിപ്പിടിച്ചാൽ സംഘടനകൾക്ക് പേടി തുടങ്ങും. ഒരു പുസ്തകം കൊടുത്താൽ നിങ്ങളെ ബുദ്ധിയെ വെല്ലുവിളിക്കും, നിങ്ങളെ ചിന്തയെ അവൻ കുഴിയിൽ ചാടുത്തും. അതുകൊണ്ട് പുസ്തകങ്ങളൊന്നും വായിക്കാനും കൊടുക്കാനും തൊടാനും നിങ്ങൾ നിൽക്കരുത്. വർത്തമാനങ്ങൾ പറഞ്ഞേ പോകരുത്, വീടുപോകും. അത്യധികം വലിയ ചുഴിയിലേക്ക് ഇവൻ നിങ്ങളെ വലിച്ചുവെച്ച് കൊണ്ടുപോകും. കെട്ടിപ്പിടിച്ചാൽ നിന്നു കൊടുക്കരുത്. ഒരു സേവനം അല്ല പ്രവർത്തകന്മാരെ, നമ്മൾ മനുഷ്യനോട് ഇടപെടുക. പിന്നെ എന്താ ചെയ്യേണ്ടത്? ജമാഅത്തെ ഇസ്ലാമി ആയുധം ഉണ്ടാക്കണം. 52 വെട്ടുന്നതിന്റെ, കാഫിർ ഷോട്ട് എടുക്കുന്നതിന്റെ, അതുപോലെ തന്നെ മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിക്കുന്നതിന്റെ പാഠങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമി അതിന്റെ അനുയായികൾക്ക് പകർന്നു കൊടുക്കേണ്ടത്. ഇത്രയും സാത്വികമായി, സൗമ്യമായി, സമാധാനപൂർണമായി, സാഹോദര്യപൂർണമായി, എന്നാൽ ധൈര്യത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി സംഘടനാ പ്രവർത്തനങ്ങളും ആശയ പ്രചരണ പ്രവർത്തനങ്ങളും നടത്തുന്ന ഏതെങ്കിലും, ചിലർക്ക് അധികാരം ഉണ്ടാവും, ചിലർക്ക് ആൾക്കൂട്ടം ഉണ്ടാവും, ചിലർക്ക് സമ്പത്തുണ്ടാവും, ചിലർക്ക് മേലാളന്മാരും സംരക്ഷകന്മാരും ഉണ്ടാകും. ഇതൊന്നുമില്ലാത്ത ജമാഅത്തെ ഇസ്ലാമി വളരെ ധൈര്യത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി. അപ്പൊ അത് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഭയങ്കര പേടി.
പക്ഷെ അതുകൊണ്ട് നമ്മൾ നിർത്തേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെല്ലാ ആളുകളുടെ മുമ്പിലേക്കും ഇറങ്ങി ചെല്ലും. എനിക്ക് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒരു CPM-നോട് പറയാനുള്ളത്, നിങ്ങൾ നഷ്ടക്കച്ചവടമാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ അവസാനത്തൊക്കെ അല്ല, നിങ്ങൾക്ക് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോണില്ല. ഇനി പോയാലെന്താ, BJP-യിലേക്കാണ് പോയാൽ മതി തീരുമാനിച്ചത്. അത് ഭയങ്കര പ്രശ്നമുള്ളത്. സെക്യുലറിസം, ഡെമോക്രസി, സോഷ്യലിസം, എമ്മാതിരി പ്രസംഗങ്ങൾ അവരൊക്കെ നടത്തിയിട്ടുള്ളത്. എന്നിട്ട് ഇപ്പോൾ ഇതൊക്കെ ഉള്ളത് BJP-യിലാണല്ലോ. അങ്ങോട്ടാണല്ലോ സെക്യുലറിസം കിട്ടാൻ, സോഷ്യലിസം കിട്ടാൻ, ഡെമോക്രസി നടത്താൻ. CPM-ന്റെ അനുയായികൾ മുഴുവൻ എന്താ നിങ്ങൾ പഠിപ്പിച്ചത്? നിങ്ങൾ അനുയായികളെ നിങ്ങൾ എന്താ പഠിപ്പിച്ചത്? എങ്ങനെയാണ് നിങ്ങൾ പഠിപ്പിച്ചത്? നേതാക്കന്മാർ മുതൽ അനുയായികളടക്കം അവസരം കിട്ടിയാൽ കാലുമാറി കൊടിമാറി ഓഫീസ് അടക്കം അങ്ങോട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സെക്യുലറിസമാണ്, എന്ത് സോഷ്യലിസമാണ്, എന്ത് മനുഷ്യത്വത്തെക്കുറിച്ചാണ് നിങ്ങൾ അവരുമായിട്ട് പങ്കുവച്ചിട്ടുള്ളത്? പേടിയാണ് കേരളത്തിന്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒരു ഘട്ടത്തിൽ കേരളത്തിൽ നിർവഹിച്ചിട്ടുള്ള സാമൂഹിക നവോത്ഥാനം CPM-ന്റെ മാത്രം ചെലവിലടന്നൊന്നുമല്ല. കേരളത്തിന്റെ മൊത്തം കാലാവസ്ഥയ്ക്കും പ്രകൃതിക്കും കേരളത്തിലെ മതകീയ സമൂഹങ്ങൾക്കും നവോത്ഥാന സംഘടനകൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും എല്ലാവർക്കും അതിൽ പങ്കുണ്ട്. ഏതെങ്കിലും ഒരാൾ മാത്രം എഴുന്നേറ്റ് നിന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് പുതിയ പേടിയുള്ളത്, കുറച്ചും കൂടി ഭയപ്പെടേണ്ട ഒരു സാധനം നമ്മളുണ്ട് കേരളത്തിൽ. എന്താണെന്നറിയോ നിങ്ങൾ? CPM അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ കളികൾ. ഇപ്പോൾ മറ്റേ കോളേജിൽ പ്രണയപ്പെട്ടി കഴിഞ്ഞ ആഴ്ച 80 ദിവസത്തെ പ്രണയ ദിവസമായിരുന്നു. അന്നൊരു ക്യാമ്പസിൽ പ്രണയപ്പെട്ടി. നിങ്ങൾക്ക് പ്രണയിച്ച കത്തെഴുതാൻ പേടിയുണ്ടോ? നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാൻ പേടിയുണ്ടോ? എന്നാൽ ഈ സംഘടന, ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ക്യാമ്പസിൽ വിപ്ലവ പ്രവർത്തനം ഏറ്റെടുത്തതാ. എന്ത്? പ്രണയലേഖനങ്ങൾ പെട്ടിയിലാക്കി ബന്ധപ്പെട്ട ഏജൻസികൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന. എന്നാൽ പിന്നെ ആരൊക്കെയാണ് പ്രണയിക്കേണ്ടത്? അമ്മയാണോ, പെങ്ങളെയാണോ, മകളെയാണോ, ടീച്ചറെയാണോ, മൂത്തവളെയാണോ, ഇളയവളെയാണോ? അതും കൂടി ഒന്ന് പറഞ്ഞാൽ നല്ലതാ. ഹേയ് ഹറാബു ഹലാലൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ നോക്കേണ്ട കാര്യമുണ്ടോ? ആർക്കോരെയും പ്രണയിക്കാം. സമഗ്രമായ കാൽപ്പനികതയുടെയും വിപ്ലവത്തിന്റെയും വിമോചനത്തിന്റെയും ഒക്കെ വലിയ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒന്നാണ് പ്രണയം. എന്തൊരു രസമുള്ള കളിയാണല്ലേ! വളരെ മനോഹരമായിട്ട് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ഒക്കെ കുരുക്കിട്ട് പിടിക്കുന്ന പ്രണയത്തിന്റെ ഈ എട്ടും പൊട്ടും തിരിയാത്ത കൗമാരത്തെ വളരെ മലീമസമായ ജീർണതകളിലേക്ക് സിനിമകൾ മുതൽ ക്യാമ്പസുകളെ അടക്കം വിറ്റ് കാശാക്കി എന്നിട്ട് ഇത് കൊണ്ടുപോയി കൊടുക്കുമല്ലോ. പ്രണയിക്കുന്ന ആൾക്ക് നിങ്ങൾക്ക് നേരിട്ട് കൊടുക്കാൻ, നിങ്ങൾ അഡ്രസ്സ് ചെയ്താൽ മതി. നേരിട്ട് കൊടുക്കാൻ പേടിയുണ്ടെങ്കിൽ ഈ പാർട്ടി, ഈ സംഘടന ചെയ്യുന്ന പണിയാണോ? ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞാലെന്ന് വെച്ചാൽ അതിൻ്റെ പേര് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ പിന്നെ അതിൻ്റെ അടുത്ത് കത്തുകൊണ്ടിട്ട് കൊടുക്കും. കാരണം ഓർക്ക് പൈരൊക്കെയാണ് താല്പര്യം. നേരത്തെ പറഞ്ഞാൽ മതി, മമ്മൂട്ടി പോകല്ല. അതുകൊണ്ട് അതിൻ്റെ പേര് ഞാൻ പറയാതിരിക്കുന്നത്. ഓനപ്പുറത്ത് കോളേജിന്റെ ഉത്സവത്തിന് ബോർഡ് വെച്ചു. എന്ത്? ഒരു വളരെ നഗ്നമായ 2 ശരീരങ്ങൾ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രം. എന്താ തുറച്ചു നോക്കണത്? നമ്മുടെയൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്? പൊരയെ കൊണ്ടുപോയിട്ട് വെക്കണം, നിങ്ങൾ അങ്ങാടി കൊണ്ടുപോയിട്ട് വെക്കണത് ഒരു ക്യാമ്പസിൽ കൊണ്ടുപോയി വെച്ച നവോത്ഥാനത്തിന്റെയും ശാസ്ത്ര സാങ്കേതിക സാമൂഹിക വളർച്ചയുടെയും വിദ്യാഭ്യാസത്തിന്റെയും ഒക്കെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ട വിദ്യാർത്ഥിയെ കൊണ്ടുപോയിട്ട് അനാശാസ്യതയുടെ, അശ്ലീലതയുടെ, ആ അഭിഹിത പ്രവർത്തനങ്ങളുടെ ആഴങ്ങളിലേക്ക്. അങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്താ പറയുക? ഇപ്പൊ ഗസയിലെ വിപ്ലവം നടന്നല്ലോ. ഗസ ചെറിയ സംഘം, വളരെ ചെറിയ സംഘമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തമ്മാടിയെ, ഏറ്റവും അപകടകരമായ രാവണനെ, കംസന, ഫറോവയെ ചെക്ക് പറഞ്ഞിട്ടുള്ള ലോകത്തിലെ അപൂർവ പ്രസ്ഥാനങ്ങളിലൊന്ന്. ലോകത്ത് ഒരു പ്രസ്ഥാനം അങ്ങനെയില്ല, ഒരൊറ്റ പ്രസ്ഥാനമില്ല ഗസയല്ലാതെ. ആ ഗസയിൽ നടന്ന വിപ്ലവത്തെക്കുറിച്ച് ഹാരസ് എന്ന് പറയുന്ന യഹൂദന്റെ പത്രത്തിൽ, ഇസ്രായേലിലെ പത്രത്തിൽ വന്നിട്ടുള്ള ഏറ്റവും അപകടകരമായ ഒരു ഏറ്റവും മനോഹരമായ ഒരു വിശകലനമുണ്ട്. നല്ല വിശകലനമുണ്ട്. ആ വിശകലനത്തിൽ അവർ പറഞ്ഞത് എന്താ പറയുക? അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിജീവി, ഇസ്രായേലി ബുദ്ധിജീവി, രാജ്യസ്നേഹികൾ ഗസക്കാരാണ്. മണ്ണിനോടും മനുഷ്യരോടും ഇത്രയധികം സ്നേഹമുള്ള, സ്വന്തം മണ്ണിനോടും മനുഷ്യരോടും സ്നേഹമുള്ളവർക്കല്ലാതെ കുട്ടികൾ മുതൽ, അമ്മമാർ മുതൽ, യുവാക്കൾ മുതൽ, വിദ്യാർത്ഥികൾ മുതൽ, സ്വന്തം പ്രിയപ്പെട്ട നേതാക്കന്മാരെ അടക്കം രക്തസാക്ഷിത്വത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അത്യുജ്വലമായ ക്ഷമയുടെ നിലക്കാത്ത സമരം നടത്താൻ ഇത്രയും സ്വന്തം നാട്ടിനോട് സ്നേഹമുള്ള ഒരു സംഘത്തിനല്ലാതെ കഴിയില്ല. അതുകൊണ്ട് ഗസക്കാർ രാജ്യസ്നേഹികളാണ്, ദേശസ്നേഹികളാണ്, ആർജവമുള്ളവരാണ്, അഭിമാനമുള്ളവരാണ്, അന്തസ്സുള്ളവരാണ്. നമ്മളെന്താ ചെയ്ത്? അദ്ദേഹം അതിന്റെ ശേഷം പറയുന്നുണ്ട്, നമ്മളെന്ത് ചെയ്തു? ഗസേറ്റ് മുട്ടി 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 ഇന്ന് നമ്മൾ പിടിക്കുന്നൊക്കെ തോന്നി. പക്ഷെ പിറ്റേന്ന് നമ്മൾ പിന്നെയും ശ്വാസം മുട്ടി വെള്ളത്തിലേക്ക് ഇങ്ങനെ പിന്നെയും താഴും. ആരെങ്കിലുമൊക്കെ അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രായേലോ അറബ് രാജാക്കന്മാരൊക്കെ വന്നിട്ട് പൊന്തിച്ച് പിന്നെയും വെള്ളത്തിന്റെ മേലെ വെക്കും. അപ്പൊ ഒന്നും കൂടി കയറി അടിക്കും. നിരപരാധികളെ, മനുഷ്യന്മാരെയൊക്കെ കൊണ്ടുപോയിട്ട് കൈകാര്യം ചെയ്യാൻ പിന്നെയും നമ്മൾ തീർന്നു എന്ന് പറയുന്ന ഹമാസ് എല്ലാ സന്ദർഭങ്ങളിലും ഉയർത്തെഴുന്നേറ്റ് നമുക്കെതിരെ എന്തെന്നില്ലാത്ത സമരമാണ് അവർ നടത്തിയത്. ഇതിന്റെ മുമ്പിൽ ഭയപ്പെട്ട യഹൂദന്മാർ എന്ത് ചെയ്തു? പോകാൻ പറ്റണവനൊക്കെ വണ്ടി കയറി എയർപോർട്ടിൽ വന്നിട്ട് തിരക്ക് കൂട്ടിയിട്ട് ഇസ്രായേൽ വിട്ടിട്ട് പോയി. രാജ്യസ്നേഹമുള്ള ഗസ അവിടെ തന്നെ പിടിച്ചു നിന്നു. മഴയും വെയിലും ചൂടും വെടിയുണ്ടകളും മിസൈലുകളും രക്തസാക്ഷിത്വങ്ങളുമായി. അതേസമയം നമ്മൾ ഇവിടെ നിന്ന് വണ്ടി കയറി. അതും പറഞ്ഞിട്ട് മൂന്നാമത് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗസയെ തകർക്കാൻ ലഹരി കൊടുത്തു നമ്മൾ.
അശ്ലീലതകൾ കൊടുത്തു നമ്മൾ, അനാശാസ്യതകൾ കൊടുത്തു നമ്മൾ, നിരീശ്വരവാദ ഇയാള് പറയാണ്. അറിയോ നിങ്ങൾ, കേരളത്തിൽ സിയോഡിസത്തിന്റെ വർക്ക് CPM തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടോ എന്ന ഭയം ഇപ്പോൾ നമുക്കുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കാരണം കേരളത്തിലെ മയക്കുമരുന്ന്, കേരളത്തിലെ ജെൻഡർ ന്യൂട്രാലിറ്റി, കേരളത്തിലെ അവിഹിതവും അവിശുദ്ധവുമായ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ, അതുപോലെ തന്നെ മയക്കുമരുന്ന് ലോബി, ഇതൊക്കെ ഹാരറ്റ്സ് പത്രത്തിൽ ഇസ്രയേൽ ഇത് ചെയ്യും. അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസംഗം കൂടി നിങ്ങൾ കേട്ടാൽ മതി. അറിയോ നിങ്ങൾ, അദ്ദേഹം ഡൽഹിയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കാനുള്ള അതിന്റെ പ്രചരണത്തിന് വേണ്ടി ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ പോയപ്പോ രക്ഷിതാക്കൾ മുഴുവൻ പറയുന്നത് മയക്കുമരുന്നിനെ കുറിച്ചാണ്. മയക്കുമരുന്നാണ് ഡൽഹിയുടെ എല്ലാ കൗമാര യുവത്വവും. അവസാനം അദ്ദേഹം അതിന്റെ അവസാനത്തെ സ്ഥലം ഇവിടെ മയക്കുമരുന്നിനെ കാരിയറിനെ പിടിക്കണത്, അല്ലാതെ ഉടമസ്ഥനെ പിടിക്കണില്ല. കൊടുക്കണോനെ പറഞ്ഞാൽ വിൽക്കണോനെ പിടിക്കുന്നുണ്ട്. വിൽക്കുന്നവന്റെ കയ്യിൽ കൊടുത്തവനെയും അക്കൊടുത്തവന്റെ കയ്യിൽ കൊടുത്തവനെയും പിടിക്കുന്ന ഒരു നെറ്റ്വർക്ക് കേരളത്തിലെ പോലീസിനില്ല, കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കില്ല, ഒന്നിനും അവരുടെ മുമ്പിലില്ല. അവസാനം അദ്ദേഹം അതിന്റെ നെറ്റ്വർക്ക് പിടിക്കുന്നത് ഗുജറാത്തിൽ നിന്നാണ്. ഡൽഹിയെ തോൽപ്പിക്കാൻ മയക്കുമരുന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കേരളത്തിലേക്ക് മയക്കുമരുന്നിൽ സംഘപരിവാരവും വാക്യം പറയാൻ ഞാൻ ആളല്ല. അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞതുപോലെ ഈ ഹാരറ്റ്സ് പത്രത്തിൽ യഹൂദ ബുദ്ധിജീവി എഴുതിയതുപോലെ ഗസയെ തകർക്ക. എന്നിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു, ഇപ്പോ എല്ലാ നീർക്കോലികളും ഞാഞ്ഞൂലുകളും നിരീശ്വരവാദികളും ഫ്രീ തിങ്കേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരതിരുകളുമില്ലാതെ, ഒരു മാന്യതയുമില്ലാതെ, ഒരു ധൈര്യവുമില്ലാതെ സോഷ്യൽ മീഡിയയുടെ പിന്നാമ്പുറങ്ങളിൽ ഒളിഞ്ഞിരുന്നുകൊണ്ട് സംഘപരിവാരത്തിന്റെയും ഇടതുപക്ഷ CPM-ന്റെ ഒക്കെ മറവിൽ നിന്നിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കളിയുണ്ട്. ഗസയിലൂടെ പറ്റിയ സൂത്ര. അവസാനം അദ്ദേഹം പറഞ്ഞു, എന്നിട്ടും ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടും ഗസ എഴുന്നേറ്റ് നിന്നുവെങ്കിൽ അവരുടേതാണ് ഈ മണ്ണ്, അവരുടേതാണ് ഈ ഭൂമി. ഈ കളിയൊക്കെ ഇപ്പൊ കേരളത്തിലും നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കളിയിൽ അവസാനത്തെ ലാഭം സംഘപരിവാരത്തിന് മാത്രമായിരിക്കുമെന്നാണ് വിനീതമായിട്ട് എനിക്ക്. സംഘപരിവാരത്തിനകത്ത് കിട്ടണുണ്ട്, നമുക്കെന്തോ പ്രശ്നമൊന്നുമില്ല. മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് ഒരു കുലുമാല ഇവിടെ ഉണ്ടാകാൻ പോണില്ല. ഇവിടെ വില കയറുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമൊന്നുമല്ല, ഇവിടുത്തെ ചെറുകിട തൊഴിൽ പോയത് മുസ്ലിങ്ങളുടെ മാത്രമൊന്നുമല്ല, ഇവിടുത്തെ കൃഷിക്കാർ ആത്മഹത്യ ചെയ്യുന്നത് മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല. ഇന്ത്യയിലെ 130 ഇപ്പൊ CPM ഇപ്പോ നിയമസഭയിൽ പോലും ഈ ചർച്ച നടത്തുമ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ട്. ജമാഅത്ത് ബ്രുവറി അവിടെ നടന്നിട്ടുണ്ട്. KSEBക്ക് വില കൂടാൻ പോകുന്നുണ്ട്. പലവിധ വിലക്കയറ്റങ്ങളും ഈ നാട്ടിൽ വന്നു നിൽക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ചർച്ചയിൽ, മുസ്ലിം ചർച്ചയിലാണ് സംഘപരിവാർ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുന്നതെങ്കിൽ ഇപ്പറഞ്ഞ CPM എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിനോട് ചെയ്യുന്ന മനുഷ്യത്വ വിരുദ്ധ ഭരണകൂടം പ്രവണതകളെ മുഴുവൻ ഒളിച്ചു കടത്താനുള്ള മറയായി. അത് മാത്രമേ നമുക്ക് സങ്കടമുള്ളൂ. ജമാഅത്തെ ഇസ്ലാമിനെ മുസ്ലിങ്ങൾ നിർത്തിയിട്ട് സ്വന്തം നെറികേടുകൾ ജനതകളുടെ മുകളിൽ, മനുഷ്യരുടെ മുകളിൽ അവകാശങ്ങളും നീതിയും സത്യവും കൊല ചെയ്യുന്നതിന് വേണ്ടി ഒരു നാട്ടക്കുറിയാക്കി സംഘപരിവാർ എങ്ങനെയാണോ ദേശീയ തലത്തിൽ ഇസ്ലാമിക സമൂഹത്തെ മുസ്ലിം ഉമ്മത്തിൽ വെക്കുന്നത്, അതേപോലെ കൊച്ചു കേരളത്തിൽ എല്ലാ നെറികേടുകൾക്കുമുള്ള മറയായി സംഘപരിവാർ. എന്നാലും നമുക്ക് പേടില്ല. അതുകൊണ്ട് ഞാൻ പറയാം, അവസാനം ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. എൻ്റെ ഈ ഇരിക്കുന്ന സഹപ്രവർത്തകരോട് ഒരു പേടി നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ ഓതി വെച്ച ആയത്തുണ്ട്, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വദ്കുരിസ്മ റബ്ബിക, നിങ്ങൾ റബ്ബിനെ സ്മരിക്കുക. നിങ്ങൾ പിണറായിനെ സ്മരിച്ചുകൊണ്ടും മമ്മൂട്ടിനെയും മോഹൻലാലിനെയും സ്മരിക്കാൻ കിട്ടുന്ന ഒരു കാര്യവും കിട്ടാൻ പോടില്ല. കണ്ട അവരെ ഇവരെയൊക്കെ, കാരണം ഓല് ഇന്നലെ അല്ലാത്തോലാണ്, നാളെ അല്ലാത്തോലാണ്, ഇന്ന് മാത്രമുള്ളവല്ല. ഓലൊക്കെ പോവും. അതിനെ കാണാൻ വലിയവരും അതിനെ കാണാൻ ചെറിയവരൊക്കെ പോയിട്ടുണ്ട്. ഇവരൊക്കെ പോകാനുള്ളതാ. അതുകൊണ്ട് വദ്കുരിസ്മ റബ്ബിക, നിങ്ങൾ റബ്ബിനെ കുറിച്ച് സംസാരിക്കുക. അള്ളാഹുവിനെ കുറിച്ചുള്ളതിന് കുറെ അർത്ഥങ്ങളുണ്ട്. ആലോചിക്കുക, ചിന്തിക്കുക, പ്രഖ്യാപിക്കുക, നിരന്തരമായി സ്മരിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് അള്ളാഹുവിനെ കുറിച്ചാണ്. ഈ രാജ്യത്തിലെ എല്ലാവരോടും, ജമാഅത്തെ ഇസ്ലാമിന്റെ പ്രശ്നം കേട്ടോ, എല്ലാ മനുഷ്യരോടും എന്താ പറയണേ? യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, റബ്ബക്കും, റബ്ബിന് കീഴൊതുങ്ങണം. അടിമത്തം, അനുസരണം, അംഗീകാരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ചില കാര്യങ്ങളിൽ മാത്രം ബാക്കി BJP-നെ അംഗീകരിക്കാന്നാ, ബാക്കി കോൺഗ്രസിനെ അംഗീകരിക്കാന്നാ. എന്ന പോലെ ദൈവത്തെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? കുറച്ച് കാര്യത്തിൽ ദൈവത്തെ അംഗീകരിക്കുക, ബാക്കിയൊക്കെ തോന്നിയതുപോലെ പോവാന്നാ. ജമാഅത്തെ ഇസ്ലാമി ഇത് വിട്ടുകൊടുക്കാൻ സന്നദ്ധമല്ല. ജമാഅത്തെ ഇസ്ലാമി അല്ല, ഖുർആൻ പറയുന്നത് മുഴുവൻ കാര്യങ്ങളിലും നിങ്ങൾ റബ്ബിനെ അംഗീകരിക്കണം. ആ റബ്ബിനെ കുറിച്ച് നിങ്ങൾ പ്രഖ്യാപിക്കുക എല്ലാവരുടെ മുമ്പിലും. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. അവനിലേക്ക് നിങ്ങൾ കമഴ്ന്ന് വീഴുക. സുജൂദുകളായി, പ്രണാമങ്ങളായി, തൗബയും ഇസ്തിഗ്ഫാറുകളുമായി, പ്രാർത്ഥനകളായി, പശ്ചാത്താപങ്ങളായി, ആവശ്യങ്ങളായി നിങ്ങൾ അള്ളാഹുവിലേക്ക് വീഴുക. അള്ളാഹ് പറഞ്ഞതാണ്,
റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ്. എന്ത് റബ്ബാണത്? ചാവക്കാട് മുനിസിപ്പാലിറ്റിയുടെ അധികാരമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ബിജെപിയും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒന്നുമല്ല. അല്ലാഹ് തൃശ്ശൂർ ജില്ല ഭരിക്കുന്നവൻ മാത്രമല്ല, കേരളത്തിലെ മാത്രം മുഖ്യമന്ത്രിയല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല. റബ്ബുൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ, കാലവും സ്ഥലവും നിർണയിക്കാൻ കഴിയാതെ നിൽക്കുന്ന സ്പേസിന്റെയും സമയത്തിന്റെയും ഉടമസ്ഥനായ റബ്ബുൽ മശ്രിഖ് വൽ മഗ്രിബ്, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും നാഥനാണവൻ. റബ്ബ് എന്നുള്ളതിനൊക്കെ കുറെ അർത്ഥങ്ങളുണ്ട്, അതവിടെ വിശദീകരിക്കാൻ ഞാൻ പാടില്ല. ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ പറയാ, എന്തോ ചെയ്തിട്ട് വിശ്രമിക്കാൻ കിടന്നു പോയവനല്ല. ഏകകോശജീവി അമീബയുടെ പിളരലുകൾ മുതൽ ഗാലക്സികളുടെയും മിൽക്കിവേകളുടെയും ഒക്കെ സഞ്ചാരഗതിയടക്കം ദൈനംദിനം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, നിർണയിച്ചുകൊണ്ടിരിക്കുന്ന, നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്ന, നിയമിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനല്ലാതെ ഒരു ഇലാഹില്ല, അഭയസ്ഥാനമില്ല, നിങ്ങൾക്ക് കാര്യങ്ങൾ സമർപ്പിക്കാൻ വേറെ ആളില്ല. ആ ദൈവത്തിന്റെ മുമ്പിൽ എല്ലാം വക്കീല. അധികാര കേന്ദ്രങ്ങളെയും സോഷ്യൽ മീഡിയയെയും ഇന്റലിജൻസിനെയും പോലീസിനെയും ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും ഒക്കെ നോക്കി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് പകരം വക്കീല, അവനെ നിങ്ങൾ വക്കീലായിട്ട് നിങ്ങൾ സ്വീകരിക്കുക, രക്ഷിതാവായിട്ട് നിങ്ങൾ സ്വീകരിക്കുക. എന്നിട്ട് അല്ലാഹ് ഒന്നും കൂടി പറയുന്നുണ്ട്, വദർനി, എനിക്ക് വിട്ടുതന്നോ, വൽ മുകദ്ദിബീൻ, ഈ കള്ളന്മാരെ, നുണ പറയുന്നവരെ. പാർലമെന്റ് മുതൽ പത്രസമ്മേളനത്തിലടക്കം, പാർട്ടി സമ്മേളനങ്ങൾ മുതൽ സാദാസീദാ വർത്തമാനങ്ങളിലടക്കം നുണകൾ മാത്രം പറയാൻ. ഞാൻ അതിന്റെ വിശദാംശങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. 2019 മുമ്പ് CPM-ന്റെ കൂടെ എല്ലാ വോട്ടും കൊടുത്തിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെ, 2019 മുമ്പുള്ള ജമാഅത്തെ ഇസ്ലാമി 2019 ശേഷമുള്ള ജമാഅത്തെ ഇസ്ലാമിക്ക് മൗലികമായ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയ രംഗത്ത് വോട്ട് ചെയ്യുന്നിടത്ത് LDF-ൽ നിന്ന് മാറി UDF-ന് കൊടുത്തു എന്നുള്ളതല്ലാതെ വേറെ സംഘടനാ രംഗത്ത് അതിന്റെ ഭരണഘടനയോ അതിന്റെ നിലപാടുകളോ അതിന്റെ ആശയ ലക്ഷ്യങ്ങളോ പ്രയോഗങ്ങളോ ഒന്നും എവിടെ മാറിയിട്ടില്ല. പക്ഷേ നുണ പറയുക, നുണ പറയുന്നവരെ, വ്യാജന്മാരെ, കപടന്മാരെ എനിക്ക് വിട്ടു തന്നേക്കൂ. എന്താണ് അവരുടെ പ്രശ്നം? സമ്പത്തുണ്ടവർക്ക്, അധികാരമുണ്ടവർക്ക്, ആൾക്കൂട്ടമുണ്ടവർക്ക്. അതിന്റെ തണലിലും ചിലവിലും നിന്നുകൊണ്ടാണ് ഈ കാപട്യങ്ങളും കള്ളത്തരങ്ങളും നുണകളും നരേശ്വരകളും ഫ്രൈവുകളും ഒക്കെ അവരുണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വിട്ടതാ. വളരെ ഭംഗിയായിട്ട് നിങ്ങൾ ക്ഷമിക്കൂ. തോട്ടക്കാര കഥ ഉണ്ടല്ലോ, ഇന്നാ ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബൽ ജന്ന വദരിബ ലഹും മസല റജുലൈനി ജഅൽനാ ലിഅഹദിഹിമാ. ആദ്യ അധികാരം കിട്ടി, പിന്നെ രണ്ടാമത്തെ തോട്ടവും കിട്ടി, കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ കിട്ടി, ഇനി മൂന്നാമത്തെ തോട്ടവും കിട്ടും എന്നുള്ളതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത മൂന്നാമത്തെ തോട്ടം. അപ്പോ രണ്ടാമത്തവും പറഞ്ഞു, എടോ ഈ ദൈവത്തിനെ ധിക്കരിക്കരുത്, ആളും സമ്പത്തൊക്കെ എനിക്കാണ്, അനക്ക് വളരെ കുറവാണ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് കാര്യം നടത്താൻ തിരിഞ്ഞ തോട്ടക്കാരനോട് ആ വിശുദ്ധൻ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, എടോ മണ്ണിൽ നിന്ന്, രേതസ്ഖണത്തിൽ നിന്ന് മനുഷ്യനായി നിന്നെ സൃഷ്ടിച്ച അല്ലാഹുവിനെ, ദൈവത്തെ, ഈശ്വരനെ നീ വിസ്മരിക്കാതിരിക്കുക. അവൻ തകർക്കും. മറ്റുള്ളവർക്കൊക്കെ കിട്ടുന്നത് തടഞ്ഞ് നമുക്ക് മാത്രമാണ് അധികാരം കിട്ടേണ്ടത് എന്ന് സംഘപരിവാർ മുതൽ CPM അടക്കം ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാറ്റിനെയും തകർത്ത് തരിപ്പണമാക്കും. കാലിഫോർണിയയിലെ കൊടുങ്കാറ്റ് പോലെ, വഴങ്ങാത്ത കൊടുങ്കാറ്റ്, ഒതുങ്ങാത്ത കൊടുങ്കാറ്റ്, സാങ്കേതിക മികവുകൾ കൊണ്ട് തോൽപ്പിക്കാൻ കഴിയാത്ത കൊടുങ്കാറ്റ് പോലെ ഫറോവയും ഹിറ്റ്ലറും മുസോളിനിയും രാവണനും കംസനുമൊക്കെ കടമുടങ്ങി എറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാപട്യവും കള്ളത്തരവും ചതിയും വഞ്ചനയും നിഗൂഢതകളും അണ്ടർഗ്രൗണ്ട് പൊളിറ്റിക്സുമായി പൊതുജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടുകളുമായി വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ നേതാക്കന്മാരോ ഉദ്യോഗസ്ഥന്മാരോ ആര് മുന്നോട്ട് പോയാലും ശരി, അവർക്ക് വേണ്ടി അല്ലാഹു ഇന്ന ലദൈനാ അൻകാലം വജഹീമ വതആമൻ ദാ ഉസ്സത്തിൻ അദാബൻ അലീമ. അർത്ഥം നിങ്ങൾ പരിശോധിക്കുക. ജമാഅത്തെ ഇസ്ലാമിക്ക് അതുകൊണ്ട് ഒരു പേടിയില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് നിങ്ങൾ ഇനി എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല. ഗസയിലെ കൊച്ചു സംഘത്തിന് ഭയമില്ല എങ്കിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് ഒട്ടും പേടിയില്ല. സംഘ ഇസ്രായേലിനെ പോലത്തെ, അമേരിക്കയെ പോലത്തെ തമ്മാടിത്തത്തിന് മുമ്പിൽ ആർജവത്തോടെ അവർ നെഞ്ചു വിരിച്ചെറിഞ്ഞിട്ട് നിൽക്കുന്നുവെങ്കിൽ സംഘപരിവാരത്തിനെ പോലത്തെ കപട പ്രസ്ഥാനങ്ങൾക്ക് മുമ്പിലും അതിന്റെ മുമ്പിൽ അധികാര നഷ്ടത്തെ ഭയപ്പെടുന്ന CPM ഒക്കെ ജമാഅത്തെ ഇസ്ലാമിയെ വിറപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ വറക്കേണ്ടി വരും. ജമാഅത്തെ ഇസ്ലാമിക്ക് അതിന്റെ 1-ാം തീയതി മുതൽ ഈ നിമിഷം വരെ ഇനി നാളെയും യാതൊരു ഭയവുമില്ലാതെ, നിസ്സഹായതയുമില്ലാതെ
അതിന്റെ ആഴമുള്ള ആർജവമുള്ള അഭിമാനമുള്ള സന്ദേശങ്ങളുമായി ഇസ്ലാമിക പ്രസ്ഥാനം ഈ രാജ്യത്തിലെ മനുഷ്യരുടെ മുമ്പിൽ നാളെയും ഉണ്ടാകും, മറ്റന്നാളും ഉണ്ടാകും. ബംഗാളിലുണ്ടാവും, ഗുജറാത്തിലുണ്ടാവും, മഹാരാഷ്ട്രയിലുണ്ടാവും, ഡൽഹിയിലുണ്ടാവും. സംഘപരിവാരത്തിന്റെ മൂക്കിന്റെ കീഴെ പോലും ജമാഅത്തെ ഇസ്ലാമി വളരെ ഭംഗിയായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകും. ഇതൊന്നും വൈകാരികമായൊരു മൂർച്ചയിൽ പറഞ്ഞതല്ല. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അവസാനിപ്പിക്കുന്നു. CPM-നോട് ഒരു പ്രശ്നമില്ല. കേരളത്തിൻ്റെ സൗഹാർദ്ദവും കേരളത്തിൻ്റെ സാഹോദര്യവും കേരളത്തിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും നല്ല സംസ്ഥാനമാണ് കേരളം. ഏറ്റവും നല്ല സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തെ ഉറ്റുകൊടുക്കുന്നത് സംഘപരിവാരമാണ്. ആ സംഘപരിവാരത്തിന്റെ കമ്പാർട്ട്മെന്റിലേക്ക് CPM കയറാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിരാശയും നിസ്സഹായതയും സങ്കടവും സഹതാപവുമാണ് നമുക്ക് തോന്നുന്നത്. മാറി നിൽക്കൂ നിങ്ങൾ. ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ പ്രസ്ഥാനങ്ങളിലെന്നായ സംഘപരിവാരത്തിന്റെ അപകടങ്ങളിൽ നിന്നും അതിന്റെ നെറിയോടുകളിൽ നിന്നും ഇന്ത്യയെയും കേരളത്തെയും രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി വളരെ വളരെ ആലോചനകളിൽ നിന്നുകൊണ്ട് കൂട്ടായ്മകൾ രൂപീകരിക്കപ്പെടുന്ന ഒരു കാലത്ത് അവനവന്റെ അല്ലറ ചില്ലറ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒറ്റുകൊടുക്കലും വെട്ടലും തിരുത്തലും കള്ളങ്ങളും കാപട്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതെങ്കിൽ നിങ്ങൾ തോൽക്കും, നിങ്ങൾ പരാജയപ്പെടും. ജമാഅത്തെ ഇസ്ലാമി അഭിമുഖീകരിക്കും, അതിജീവിക്കും, മുന്നോട്ട് പോകും. ജമാഅത്തെ ഇസ്ലാമി വളരെ നിഷ്കളങ്കമായിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊക്കെ ഒരുമിച്ച് നിന്ന് മലയാളിക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി, ദക്ഷിണേന്ത്യക്ക് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി വളരെ വലിയ നല്ല ഒരു നാളെയെ സ്വപ്നം കാണേണ്ട കാലത്ത് സിയോണിസവും ഇമ്പീരിയലിസവും ഫാസിസവും നാസിസവും ഒക്കെ ട്രംപായി, മോഡിയായി, ബെഞ്ചമിൻ നെതന്യാഹുവായി ലോകത്തെ മുഴുവൻ കൈപ്പിടിയിലൊതുക്കാൻ ശ്രമിക്കുന്ന ഒരു കാലത്ത് അന്താരാഷ്ട്ര തലം മുതൽ പ്രാദേശിക തലങ്ങളിലടക്കം അസാമാന്യമായ കൂട്ടായ്മകളും എന്തെന്നില്ലാത്ത സാഹോദര്യങ്ങളും എന്തെന്നില്ലാത്ത നിലപാടുകളിലൊക്കെ നിന്നുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിൽ അതിലേക്കാണ് നമ്മളെല്ലാവരും അണിചേരേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വളരെ ഹൃദ്യമായി അത്തരമൊരു കൂട്ടായ്മയുടെ വിശാലതകളിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇത്രയും സമയം ഞങ്ങളെ ശ്രവിച്ച നിങ്ങൾക്കെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുടെ ഹൃദ്യവും സ്നേഹോഷ്മളവുമായ അഭിവാദ്യങ്ങളും സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദൈവം തമ്പുരാൻ ഈശ്വരൻ കർത്താവ് നമ്മെ, നമ്മുടെ നാടിനെ, നമ്മുടെ വീടുകളെ, നമ്മുടെ മനുഷ്യരെ അനുഗ്രഹിക്കുകയും രക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.